ഗുരുദേവൻ്റെ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഒരു മണ്ണിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ നാം ശ്വസിക്കുന്ന വായുവിൽ പോലും ഗുരുവിൻ്റെ നിശ്വാസങ്ങളുണ്ട്. ഇവിടുത്തെ തൂണിലും തുരുമ്പിലും ഇവിടുത്തെ മണൽത്തരികൾക്ക് പോലും ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ പുണ്യം ലഭിച്ച ഭൂമിയാണ്. ഇപ്പോൾ ഈ ശാരദാമഠത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന തേന്മാവുകൾ നിറയെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ഉള്ള മാവുകൾ കണ്ടാൽ അറിയാം, ഗുരുദേവൻ സ്വന്തം കൈകൊണ്ട് നട്ടു വളർത്തിയ വൃക്ഷങ്ങളാണ് ഈ കാണുന്ന വലിയ മരങ്ങളൊക്കെ. അത്രമാത്രം ഒരു പവിത്രമായ ഒരു പുണ്യകേന്ദ്രത്തിലാണ്, പുണ്യസങ്കേതത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പറയുമ്പോൾ, ശ്രീനാരായണ ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ, ശ്രീനാരായണ സന്ദേശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷേ കാലദേശങ്ങൾക്ക് അതീതമായ സർവസമാശ്ലേഷിയായ ഒരു ദർശനം, അധികമാർക്കും പറയാൻ കഴിയാത്ത ഒരു ആത്മീയ തലം നമുക്ക് അനുഭവപ്പെടുത്തി തന്ന ഒരു മഹാശയനാണ് ശ്രീനാരായണ ഗുരു. ആ ദർശനത്തിൻ്റെ മഹത്വം ഓരോ ദിവസം കഴിയും തോറും ഏറിയേറി വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ചക്കാലമായി, ഞാൻ മിക്കവാറും ഇവിടെയുണ്ട്, 2 ആഴ്ചക്കാലമായി തീർത്ഥാടകരുടെ ഒരു പ്രവാഹമാണ്. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ശ്രീനാരായണീയർ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ പള്ളിയിൽ അച്ഛന്മാർ വരുന്നുണ്ട്, കന്യാസ്ത്രീകൾ വരുന്നുണ്ട് ഗുരുവിനെക്കുറിച്ച് അറിയാൻ, പഠിക്കാൻ. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട്. കാരണം അത്രമാത്രം ശ്രീനാരായണ ഗുരു അംഗീകരിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പണ്ടൊരു കാലത്ത് ഒരു വിഭാഗം ആളുകളുടെ മാത്രം ആചാര്യൻ എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്തിനപ്പുറം ആധുനിക കേരളത്തിൻ്റെ ശില്പി, ആധുനിക കേരളത്തിൻ്റെ പിതാവ്, കേരള നവോത്ഥാനത്തിൻ്റെ ആചാര്യൻ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മറ്റുള്ളവരും അംഗീകരിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് വത്തിക്കാനിലെ പോപ്പിൻ്റെ അരമനയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ചടങ്ങാണ്. നമ്മുടെ പ്രിയങ്കരനായ സച്ചിദാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ, ശുഭാംഗാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ, ശാരദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ, മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ ഏതാണ്ട് 2 മണിക്കൂറോളം സമയം പോപ്പ് നമ്മുടെ ഈ ആചാര്യന്മാരോടൊപ്പം പങ്കെടുത്തു എന്നുള്ളത്. കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന പല ക്രിസ്ത്യൻ സഹോദരന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദൂരെ നിന്നൊന്ന് കാണാനേ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇതൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതിനും സംഭാഷണത്തിൽ ഏർപ്പെടുന്നതിനും ഒരു സന്ദേശം അദ്ദേഹം പ്രസംഗരൂപേണ അവതരിപ്പിക്കുന്നതിനും ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ദർശനത്തിന്, ശ്രീനാരായണ ഗുരുവിന് കിട്ടുന്ന ആഗോളതലത്തിലുള്ള അംഗീകാരത്തിൻ്റെ ഒരു നാന്ദിയാണ്, ഒരു സൂചനയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ അടുത്ത കാലത്ത് ആസ്ട്രേലിയൻ പാർലമെൻറ്റിൽ ഗുരുദർശനത്തെക്കുറിച്ച് ഒരു സെമിനാർ നടക്കുകയുണ്ടായി. ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ, ഡൽഹിയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയമാണ്, ആ ഓഡിറ്റോറിയത്തിൽ വന്ന് പങ്കെടുക്കാനും പ്രസംഗിക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം ടി വിയിൽ നിങ്ങളൊക്കെ കണ്ടു കാണും. ശ്രീനാരായണ ദർശനത്തിൻ്റെ കാലിക പ്രസക്തി, വർത്തമാനകാലത്ത് അതിന് എത്രമാത്രം പ്രസക്തിയും പ്രാധാന്യവുമുണ്ട് എന്ന് ആരാധ്യനായ പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ദർശനമാലയിൽ നിന്നും ആത്മോപദേശ ശതകത്തിൽ നിന്നുള്ള ശ്ലോകങ്ങൾ കോട്ട് ചെയ്തുകൊണ്ടുള്ള മോദിയുടെ പ്രസംഗം തീർച്ചയായും എല്ലാ ശ്രീനാരായണീയർക്കും അഭിമാനത്തിന് വക നൽകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ ആ വഴിക്ക് കൂടുതൽ സംസാരിച്ചു പോകുന്നില്ല. അങ്ങനെ ആഗോളതലത്തിൽ കേരളത്തിൻ്റെ, തിരുവിതാംകൂറിൻ്റെ സീമകൾ വിട്ട് കേരളത്തിൻ്റെ അതിർത്തികൾ കഴിഞ്ഞ് അഖിലേന്ത്യാ തലം കഴിഞ്ഞ് ആഗോളതലത്തിലേക്ക് ശ്രീനാരായണ ഗുരുവും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും ശ്രീനാരായണ സന്ദേശങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാലത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച്, ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് കുറേയൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിനുള്ള അവസരങ്ങൾ ഗുരുദേവനായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ പഠനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില കാര്യങ്ങൾ, നിങ്ങൾ എന്നെക്കാൾ അറിവുള്ള ആളുകളൊക്കെ ഇവിടെ പലരും ഇരിപ്പുണ്ടായെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു വലിയ ദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല, എങ്കിലും തീരെ ചെറുതാക്കാനും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ കഴിഞ്ഞ് അവധൂത കാലഘട്ടം കഴിഞ്ഞ് നമ്മളറിയുന്ന
മറ്റുള്ളവരെ അറിയുന്ന ശ്രീനാരായണ ഗുരു 1888 അരുവിപ്പുറം പ്രതിഷ്ഠ മുതലാണ് ആരംഭിക്കുന്നത്. ഈ 1888 എന്ന് പറയുന്നത് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് പുതിയ സംരംഭങ്ങൾക്ക്, ഒരുപാട് പുതിയ പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിന് കളമൊരുങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു. ചരിത്രത്തിൽ നമ്മൾ പഠിച്ചാൽ ചില കാലം പ്രത്യേകതകളുള്ള കാലമാണ്. അവിടെ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ടാകും, ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ജാഗരണത്തിൻ്റെ, ഉണർവിൻ്റെ കാലമായിരുന്നു 1888 കാലം. ഏതാണ്ട് 500-ലധികം 600ഓളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്ന ഭാരതത്തിൽ, ഇന്ത്യയിൽ, നമ്മുടെ തിരുവിതാംകൂറിലാണ് ആദ്യമായി ഒരു പ്രജാസഭ ഭരണത്തിൽ രാജാവിനെ സഹായിക്കുന്നതിന്, ഉപദേശിക്കുന്നതിന് വേണ്ടി ഒരു ജനകീയ സഭയുണ്ടാകുന്നത് നമ്മുടെ തിരുവിതാംകൂറിലാണ് ആദ്യമായി. ശ്രീമൂലം പ്രജാസഭ എന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. 1888 ഇന്ത്യയിൽ ആദ്യമായി ഒരു നാട്ടുരാജ്യത്ത് ഒരു പ്രജാസഭയുണ്ടാകുന്നത്. അത് ശ്രീമൂലം പ്രജാസഭ നമ്മുടെ തിരുവനന്തപുരത്തുണ്ടാകുന്നു. മഹാകവി കുമാരനാശാനെ പോലുള്ള ആളുകൾ ആ ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ സമയം വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കടക്കാം. അതേപോലെ തന്നെയാണ് ഈ 1888 നമ്മുടെ തിരുവിതാംകൂറിലുണ്ടായ മറ്റൊരു വലിയ ചരിത്ര സംഭവമാണ് മലയാള മനോരമ പത്രത്തിൻ്റെ തുടക്കം. നമ്മുടെ പത്രപ്രവർത്തന ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ വിദേശ മിഷനറിമാർ ചെയ്ത സംഭാവനകൾ മറ്റാരേക്കാളും കൂടുതൽ, പണ്ടൊരു കാലത്ത് ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അടുത്ത ഗ്രാമത്തിലുള്ള ആളുകൾ പോലും അറിയാൻ സംവിധാനങ്ങളില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക്, ഏതാണ്ട് ഒരു 100 കൊല്ലം മുൻപ്. അവിടെയാണ് വിദേശ മിഷണറിമാർ വന്ന് നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിലെ നാഗർകോവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സാൽവേഷൻ ആർമി, കോട്ടയം കേന്ദ്രീകരിച്ചുകൊണ്ട് CMS സഭ, തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് കേന്ദ്രമാക്കിക്കൊണ്ട് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടു വന്നു. അതിൽ തലശ്ശേരിയിലെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ പ്രധാന പ്രവർത്തകനായിരുന്ന ഗുണ്ടർട്ട് സാഹിബ്, ജർമ്മനിക്കാരനായ ഗുണ്ടർട്ട് സാഹിബ് ഇവിടെ വന്ന് മലയാളം പഠിച്ച് മലയാളത്തിന് ആദ്യമായി ഒരു ഡിക്ഷണറി എഴുതിയത്, ഒരു നിഘണ്ടു എഴുതി ഉണ്ടാക്കിയത് ഗുണ്ടർട്ടാണ്. ഇന്നും പല ആവശ്യങ്ങൾക്കും നമുക്ക് ശബ്ദധാരാവലിയിലില്ലാത്ത പല പദങ്ങളും അർത്ഥം കണ്ടെത്തണമെങ്കിൽ ഗുണ്ടർട്ടിൻ്റെ നിഘണ്ടു നോക്കിയാലേ പറ്റത്തുള്ളൂ. ആ ഗുണ്ടർട്ട് സാഹിബാണ് നമുക്ക് ആദ്യമായി ഒരു പത്രം, രാജ്യസമാചാരം എന്ന പത്രം ആരംഭിക്കുന്നത്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. സ്വാഭാവികമായും ക്രിസ്തുദേവൻ്റെ വചനങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്, ക്രിസ്തുമതത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഒക്കെയായിരുന്നു അതിൻ്റെ പ്രധാന ലക്ഷ്യമെങ്കിൽ അതിനപ്പുറം ഈ ക്രിസ്തുദേവൻ്റെ തിരുവചനങ്ങൾ കൊടുക്കുന്നതോടൊപ്പം നാട്ടുവിശേഷങ്ങൾ എന്ന് പറഞ്ഞൊരു പങ്ക്തി അതിലെല്ലാ ലക്കങ്ങളിലും ചേർക്കുമായിരുന്നു. ആ നാട്ടിൽ അയൽ ഗ്രാമങ്ങളിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ, അങ്ങനെയാണ് ഈ നമ്മുടെ നാട്ടിലെ ആളുകൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വായിച്ചറിയുവാനുള്ള ഒരു അവസരം ആദ്യമായിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് ജ്ഞാനനിക്ഷേപം എന്ന് പറഞ്ഞൊരു പത്രമുണ്ടായി. പിന്നെയും പല പത്രങ്ങളുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും അന്ന് വരെ അക്ഷരങ്ങളുമായി വലിയ അറിവും ജ്ഞാനവും ഒന്നുമില്ലാതിരുന്ന ആളുകൾക്ക്, വായനയെക്കുറിച്ച് താല്പര്യമറിയില്ലാത്ത ആളുകൾക്ക് വായനയുടെ തലത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ ഈ വിദേശ മിഷനന്മാർക്ക് സാധിച്ചു. അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള കോട്ടയം ആസ്ഥാനമാക്കിക്കൊണ്ട് ഒരു മനോരമ പ്രിൻറ്റിംഗ് കമ്പനി പലരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കോപ്പറേറ്റീവ് പ്രസ്ഥാനമായി, സഹകരണ പ്രസ്ഥാനം പോലെ ഉണ്ടാക്കി. മലയാള മനോരമ എന്ന പേര് നിർദ്ദേശിച്ചത് അന്നത്തെ സാഹിത്യ സാർവഭൗമനായിരുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. ആ മനോരമയുടെ ആദ്യ ലക്കം 1888 ഇറങ്ങി. അതിനും കുറച്ചു മുമ്പ് ഈ വിദേശ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുമ്പ് പറഞ്ഞ രാജ്യസമാചാരത്തിൻ്റെയും ജ്ഞാനനിക്ഷേപത്തിൻ്റെയും ഒക്കെ പിന്തുടർക്കാരായിട്ട് നസ്രാണി ദീപിക, ഇന്ന് കാണുന്ന കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക, അതിൻ്റെ യഥാർത്ഥ പേര് നസ്രാണി ദീപിക എന്നാണ് പണ്ട് കാലത്ത് ഇറങ്ങിയിരുന്നത്. ആദ്യമായി ഒരു പത്രത്തിന് മലയാളത്തിൽ 100 കൊല്ലം തികഞ്ഞത് ഈ നസ്രാണി ദീപികയ്ക്കാണ്. 2ാം സ്ഥാനം മലയാള മനോരമയ്ക്കാണ്, 100ാം സ്ഥാനം, 100 വർഷം തേക്കാൻ ഭാഗ്യം കിട്ടിയത്. 3ാമത്തെ സ്ഥാനം നമ്മളൊക്കെ വായിക്കുന്ന കേരളകൗമുദിക്കാണ് ശതാബ്ദി ആഘോഷിക്കാനുള്ള ഭാഗ്യമുണ്ടായത്. അപ്പോൾ ഈ പത്രപ്രവർത്തന ചരിത്രത്തിൽ പുതിയ അറിവ്
നാട്ടിലെ സംഭവങ്ങൾ, മറ്റ് പ്രദേശങ്ങളിലുണ്ടാകുന്ന ഒക്കെ ആളുകളെ അറിയിക്കുവാൻ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ നടത്തിയ സർവ്വമത സമ്മേളനത്തിൽ എഴുതി വച്ചതുപോലെ അറിയാനും അറിയിക്കുവാനുമുള്ള ഒരു വേദിയായി, ഒരു ഏർപ്പാടായി, ഒരു സംവിധാനമായി ഈ പത്രപ്രവർത്തന രംഗം മാറുന്നു. നമ്മുടെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക്, മനുഷ്യർക്ക് അറിവുണ്ടാക്കുന്ന കാര്യങ്ങളിലൊക്കെ ഈ പത്രമാധ്യമങ്ങൾ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, ഈ 1888 കാലത്താണ് ഇന്നലെ വരെ ക്ഷേത്രമതിലിന് പുറത്തു നിന്ന് പോലും കൈകൂപ്പി ആരാധിക്കുവാൻ, ദൈവത്തെ കഴുതെടുത്ത് പ്രാർത്ഥിക്കാൻ അനുവാദമില്ലാതിരുന്ന ഒരു ജനവിഭാഗത്തിന് ആരാധനയുടെ സ്വാതന്ത്ര്യമാക്കി ഉണ്ടാക്കി കൊടുക്കുന്നതിന് അരുവിപ്പുറത്തെ നെയ്യാറ്റിൻകരയ്ക്ക് വടക്ക് കിഴക്കായിട്ടുള്ള അരുവിപ്പുറത്ത് നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ മുങ്ങിയെടുത്ത ഒരു ശിലാഖണ്ഡം, ഇത് ശിവലിംഗമാണ് എന്ന് പറഞ്ഞ് ഗുരുദേവൻ പ്രതിഷ്ഠിച്ച് ഈ 1888 ശിവരാത്രി നാളിലാണ്. ഒക്കെ എന്നൊക്കെ കൂടുതൽ നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം അങ്ങനെ ഒന്ന് നമുക്കുണ്ടെങ്കിൽ അത് തുടങ്ങുന്നത് ഈ 1888 അരുവിപ്പുറം പ്രതിഷ്ഠയിൽ നിന്നാണ് തുടങ്ങുന്നത്. കുറേ കൂടി കഴിയുമ്പോൾ നമ്മൾ സത്യസന്ധമായ ഒരു ചരിത്രം കേരളത്തിന് എഴുതപ്പെടുന്ന ഒരു കാലം വരും. സമയം ഉണ്ടെങ്കിൽ ഞാൻ അതിലേക്കൊക്കെ പിന്നീട് വരും. അന്ന് ശ്രീനാരായണ ഗുരു മുൻപുള്ള ഒരു കേരളം, ശ്രീനാരായണ ഗുരുവിന് ശേഷമുണ്ടായ കേരളം എന്ന വിലയിരുത്തൽ സത്യസന്ധമായി എഴുതുന്ന ആളുകൾ എഴുതുന്ന ഒരു കാലം വരും. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ അരുവിപ്പുറം പ്രതിഷ്ഠയുടെ കാലം. ഇനി മറ്റൊന്ന്, ഈ 1888 തന്നെ തിരുവിതാംകൂറിൽ മറ്റൊരു സംഭവമുണ്ടായി. ഒന്നിൽ കൂടുതൽ ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു വ്യവസായ സ്ഥാപനം ആരംഭിക്കുന്നു. അത് പുനലൂരിലെ പേപ്പർ മില്ലാണ്. ഇപ്പോൾ അതിൽ അടച്ചുപൂട്ടിപ്പോയി, കൊടികുത്തിയല്ലാതൊക്കെ പോയി, അത് പിന്നെ മറ്റൊരു കാര്യം. ഇങ്ങനെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, വ്യാവസായിക രംഗത്ത്, സാമ്പത്തിക കർമ്മത്തിൽ ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന്, പരിവർത്തനത്തിൻ്റെ നാന്ദി കുറിക്കുന്നതിന്, തുടക്കം കുറിക്കുന്നതിന് കളമൊരുക്കിയ ഒരു കാലമായിരുന്നു 1888 കാലം. ഇനി ഞാനിതിലെ ഈ ഓരോ ഘടകങ്ങളിലേക്കും വരികയാണ്. ക്ഷേത്രപ്രതിഷ്ഠകളിലേക്ക് ആദ്യം വരാം. അതിനു മുൻപ് വരെ പലരും എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളും തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ക്ഷേത്രപ്രവേശത്തിന് വേണ്ടി നടന്നതാണോ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. ഇപ്പോഴും വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിലിനു പുറത്തുള്ള റോഡിൽ കൂടെ പോലും തീണ്ടൽ ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ അനുവാദമില്ലാതിരുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ആ പടിഞ്ഞാറേ നടയിൽ ഒരു തീണ്ടൽ പലക വെച്ചിട്ടുണ്ടായിരുന്നു. ഈഴവരാതി അയിത്ത ജാതിക്കാർ ഇതിനപ്പുറം കടക്കാൻ പാടില്ല എന്ന് എഴുതി വച്ചിരുന്ന ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ വഴിയെ ഒരിക്കൽ ശ്രീനാരായണ ഗുരു ഒരു റിക്ഷയിൽ സഞ്ചരിച്ചു. ഒരു സവർണ പ്രമാണി കള്ളു കുടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ചോവനല്ലേ, ഇറങ്ങിപ്പോകണം, ഇതിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇറക്കി വിട്ടു. ഇത് ദേശാഭിമാനി TK മാധവൻ ഇതറിഞ്ഞു. മാധവൻ കോട്ടയം പേഷ്കാർക്ക് കത്തയച്ചിട്ട് ആ റോഡിലൂടെ സഞ്ചരിച്ചു. പക്ഷെ ആരും അനങ്ങിയില്ല. പിന്നെ 3-4 ആളുകളെ കൂട്ടിക്കൊണ്ട് നടന്നു. എന്നിട്ടും ആരും പ്രതികരിച്ചില്ല, കണ്ണടച്ചു. അങ്ങനെയാണ് ശക്തമായൊരു പ്രക്ഷോഭണം, വൈക്കം സത്യാഗ്രഹം ഉണ്ടാകുന്നത്. സമയമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് അതിനെക്കുറിച്ചൊക്കെ പറയാം. അപ്പോൾ ഈ ക്ഷേത്രമതിലിന് വെളിയിൽ നിന്ന് പോലും ഈശ്വരനെ കൈകൂപ്പി ആരാധിക്കുവാനുള്ള അവസരം നിഷേധിച്ചിരുന്ന ആ ഒരു കാലത്താണ് ക്ഷേത്രപ്രതിഷ്ഠ, പൂജാവിധികൾ, അതിൻ്റെ പൂജ്യ വ്യതിക്രമങ്ങൾ മുഴുവൻ നമ്പൂതിരി സമുദായത്തിൻ്റെ മാത്രം കുത്തകയായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു ഒരു ശിലാഖണ്ഡമെടുത്തത് ശിവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷ്ഠിച്ചത്. പ്രക്ഷോഭണങ്ങൾ വന്നപ്പോൾ അദ്ദേഹം വളരെ വിനയാന്വിതനായി പറഞ്ഞു, നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. ദയവായി നിങ്ങളും നിങ്ങളുടെ അറിവിൽപ്പെടുന്നവരോടും പറയുക, ഈഴവശിവൻ ഈഴവശിവൻ ഒരുപാട് പേര് പറഞ്ഞ് ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരിക്കൽ പോലും ശ്രീനാരായണ ഗുരു ഈഴവശിവൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇത് നമ്മളും പറയാൻ പാടില്ല. ഗുരുദേവൻ പറഞ്ഞത്, ഞാൻ പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ്, എൻ്റെ ശിവനെയാണെന്നാണ്. എൻ്റെ എന്ന വാക്കൊരിക്കലും ഗുരുദേവൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു കാര്യത്തിൽ വളരെയേറെ, ഞാൻ ഇതുപോലെ പല കാര്യങ്ങളും എൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കും. കാരണം അധികമാരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. ചിലർ ഈ ഈഴവശിവൻ ഇങ്ങനെ ശ്രീനാരായണ ഗുരു പറഞ്ഞു എന്നാണ്. ശ്രീനാരായണ ഗുരു ഒരിക്കലും ജാതി പറഞ്ഞിട്ടില്ല. ജാതിക്ക് അതീതമായ എല്ലാ ജാതിയിലും മതത്തിലുമുള്ള മനുഷ്യരെ ഒന്നായി കണ്ടുകൊണ്ടുള്ള ഒരു സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സമഭാവനയുടെ
ഒരു തലമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ, ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശിവപ്രതിഷ്ഠ കഴിഞ്ഞതോടുകൂടി അവിടെയാണ് ഗുരുവിൻ്റെ ക്രാന്തദർശിത്വം താൻ നാളുകളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കർമ്മപരിപാടികളുടെ ഒരു തുടക്കമാണ് അവിടെ. സ്വാമി വിവേകാനന്ദൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചിക്കാഗോയിലെ പ്രസംഗത്തിൽ പോലും പറഞ്ഞു, ഭാരതീയൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഏശണമെങ്കിൽ ഒരാത്മീയതയുടെ തലത്തിൽ അവതരിപ്പിക്കണം, ആധ്യാത്മികതയുടെ ഒരു പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചാലേ ഭാരതീയൻ്റെ മനസ്സിൽ അത് ആഴങ്ങളിൽ പതിയുകയുള്ളൂ എന്നുള്ളത് ഗുരുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാത്മീയ തലം, പ്രാർത്ഥനയുടെ ഒരു തലം, അതുവരെ പ്രാകൃതമായ ആരാധനാക്രമങ്ങളിലൂടെ ചാത്തനെയും ചാമുണ്ടിയെയും മറുതയെയും പോലെയുള്ള ദുർദേവതകളെ ആരാധിച്ചുകൊണ്ട് കോഴിവെട്ടും മൃഗബലിയും ഒക്കെ നടത്തി ഉള്ള ആരാധനാക്രമങ്ങൾ കഴിഞ്ഞ ഒരു സമൂഹത്തെ, സദ്ദൈവങ്ങളെ, ദുർദേവതകളെ ആരാധിച്ചിരുന്ന ആളുകൾക്ക് ശൈവ കുടുംബവുമായി ബന്ധപ്പെട്ട ശിവനെ, സുബ്രഹ്മണ്യനെ, ഗണപതിയെ, ദേവിയെ ഒക്കെ ആരാധിക്കുവാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്നതിലൂടെ ഒരാത്മീയതയുടെ തലം, ആധ്യാത്മികതയുടെ ഒരു തലം അവരുടെ മനസ്സിൽ, ഉപബോധ മനസ്സിൽ, അവബോധ മനസ്സിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഈ ക്ഷേത്രപ്രതിഷ്ഠ കൊണ്ട്, അരുവിപ്പുറം പ്രതിഷ്ഠ കൊണ്ട് ഗുരു മനസ്സിൽ കരുതിയത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ കുന്നംപാറയിൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രതിഷ്ഠിച്ചു, മണ്ണന്തലയിൽ ദേവിയെ പ്രതിഷ്ഠിച്ചു, കുളത്തൂരിൽ ശിവനെ പ്രതിഷ്ഠിച്ചു, വക്കത്ത് വേലായുധനടയിൽ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചു. പിന്നെ ഇങ്ങനെ വടക്കോട്ട് പോകും തോറും കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. തൃശ്ശൂരിന് പടിഞ്ഞാറുള്ള കാരമുക്ക് ക്ഷേത്രത്തിൽ ഒരു കത്തിച്ചു വച്ച നിലവിളക്കാണ് പ്രതിഷ്ഠിച്ചത്. വെളിച്ചമുണ്ടാകട്ടെ, മനുഷ്യൻ്റെ മനസ്സിലുള്ള ഇരുളടഞ്ഞ ആ ഒരു അന്തരീക്ഷം മാറട്ടെ, മനസ്സിലും സാമൂഹ്യ ക്രമങ്ങളിലുമൊക്കെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തിച്ചു വച്ച നിലവിളക്ക് പ്രതിഷ്ഠിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ട്രെയിനിൽ തിരുവനന്തപുരത്ത് പോകുമ്പോൾ കാണാം, അവിടെ ഒരു സ്ഥലമുണ്ട് കഴക്കൂട്ടത്തിനപ്പുറത്ത്, അവിടുത്തെ ക്ഷേത്രത്തിൽ സത്യം ധർമ്മം ദയ മുരുക്കുമ്പുഴ ക്ഷേത്രത്തിൽ ഒരു ഫലകമാണ്. ബൗദ്ധ സംസ്കാരവുമായി, ബുദ്ധൻ്റെ ചിന്താധാരയുമായി ബന്ധപ്പെട്ട വചനങ്ങളാണിത്. സത്യം ധർമ്മം ദയ. 2000 ആണ്ടുകൾക്ക് മുൻപ് ഭാരതത്തിൻ്റെ സാമൂഹ്യ ക്രമങ്ങളിൽ ഒരുപാട് അരുതായ്മകൾ ഉണ്ടായിരുന്നിടത്ത് മനുഷ്യ വിമോചനത്തിനു വേണ്ടി സ്നേഹത്തിൻ്റെ, സഹാനുഭൂതിയുടെ, അഹിംസയുടെ തലം മനുഷ്യനെ പഠിപ്പിച്ച, സമൂഹത്തെ പഠിപ്പിച്ച ശ്രീബുദ്ധ ഭഗവാന്റെ തിരുവചനങ്ങളുടെ ഭാഗമാണത്. അങ്ങനെയുള്ള എഴുതിയ ഒരു ഫലകമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. പിന്നെയും കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമ്മളീ കാണുന്ന ശാരദാദേവിയെ, വാഗ്ദേവതയെ, കലയുടെ, സാഹിത്യത്തിൻ്റെ, സംഗീതത്തിൻ്റെ എല്ലാം അധിദേവതയായ സരസ്വതി ദേവിയെ ഗുരുദേവൻ ഇവിടെ നമുക്കായി പ്രതിഷ്ഠിച്ചു. അവിടെയും ഒരു പുതുമയുണ്ടായിരുന്നു. നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നറിയത്തില്ല. നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ, വാസ്തുശാസ്ത്ര ചരിത്രത്തിൽ 8 പട്ടങ്ങളുള്ള ആദ്യത്തെ കെട്ടിടമാണ് ഈ ശാരദാ മന്ദിരം. അന്നത് പണിത കലാശാരിക്ക് കമ്പുകൊണ്ടിങ്ങനെ വരച്ച് കാണിച്ചു കൊടുത്തു, ഈ 8 പട്ടങ്ങളിലായിരിക്കണം ഇത് പണിയേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തു. അതുകൊണ്ടും തീർന്നില്ല. അതിൻ്റെ ജനാലകളുടെ പ്രത്യേകതകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ബൗദ്ധ സംസ്കാരവുമായി, ബുദ്ധവിഹാരങ്ങളുമായി വളരെയേറെ ബന്ധമുണ്ട് അതിൻ്റെ ജനലിൽ പതിച്ചിരിക്കുന്ന കണ്ണാടി ചില്ലുകൾക്ക്. ഞാൻ സാരാനാഥിലും ഗയയിലും നേപ്പാളിലും ബുദ്ധൻ്റെ ജന്മസ്ഥലമായ ലുംബിനിയിലും ഒക്കെ പോകാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് ബുദ്ധവിഹാരങ്ങൾ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. കുറേയൊക്കെ ബുദ്ധനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ബുദ്ധവിഹാരങ്ങളുടെ മാതൃകയിലാണ് ഇതിലെ ജനാലകൾ ഗുരുദേവൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, അവിടെ കരിയില്ല, കരിമരുന്നില്ല. അവിടെ നമുക്ക് തരുന്നത് തീർത്ഥജലമാണ്, പൂക്കൾ മാത്രമാണ്, അർച്ചന ചെയ്ത പുഷ്പങ്ങൾ മാത്രമാണ്, നിവേദ്യങ്ങളില്ല, മറ്റേർപ്പാടുകളില്ല. ഇങ്ങനെയും ഒരു ക്ഷേത്രം നടത്താമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. അത് കഴിഞ്ഞപ്പോൾ വിദ്യയുടെ അധിദേവതയെ തൻ്റെ അനുയായികളുടെ മനസ്സിൽ കുടിയിരുത്തി കഴിഞ്ഞപ്പോൾ അവർ പടിപടിയായി ഉയരുന്നുവെന്ന് ഗുരുവിന് മനസ്സിലായി. ആദ്യം ഒരു ശിലാഖണ്ഡമെടുത്ത് ഇത് ശിവലിംഗമാണെന്ന് പറഞ്ഞ് കൈതൊഴുത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെങ്കിൽ, കുറച്ച് കഴിഞ്ഞപ്പോൾ കത്തിച്ചു വെച്ച നിലവിളക്കിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെങ്കിൽ,
സത്യം ധർമ്മം ദയ എന്നെഴുതി ഫലകത്തിൻ്റെ മുന്നിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കാൻ പറഞ്ഞെങ്കിൽ, വിദ്യയുടെ അതിദേവതയുടെ മുന്നിൽ നിന്ന് അറിവുണ്ടാക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിൽ, കുറച്ചുകൂടി ഏതാണ്ട് 2-3 വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ആലുവ അദ്വൈതാശ്രമത്തിൽ പ്രതിഷ്ഠകളൊന്നുമില്ലാത്ത അദ്വൈതാശ്രമം, അഹം ബ്രഹ്മാസ്മി, തത്വമസി തുടങ്ങിയ തത്വങ്ങളുടെ അർത്ഥമെന്തെന്ന് അനുഭവിച്ചറിയുവാനുള്ള ഒരവസരം ആ അദ്വൈതാശ്രമത്തിൽ ഗുരുദേവൻ നമുക്കുണ്ടാക്കി തന്നു. പിന്നെയും വർഷങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ചേർത്തലയിലുള്ള കളവങ്കോടത്ത് ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചു. നമ്മളെ തന്നെ കണ്ട് തിരിച്ചറിയുക, അവനവനെ തന്നെ മനസ്സിലാക്കുക, നിന്നിലുള്ള ഈശ്വരനെ കണ്ടെത്തുക. ഏതാണ്ട് 2-3 മാസം കഴിഞ്ഞപ്പോൾ അവസാന കാലത്ത് വൈക്കത്തെ ഉല്ലലയിലും ഒരു കണ്ണാടി പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഈ ക്ഷേത്രപ്രതിഷ്ഠാ പദ്ധതികൾ മൊത്തം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ, വിലയിരുത്തി കഴിയുമ്പോൾ, ഇന്നലെ വരെ മൃഗപ്രായരായി കഴിഞ്ഞിരുന്ന, സേവ കൊണ്ട് മലീമസമായിരുന്ന ഒരു അന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തെ ആത്മീയതയുടെ, ആധ്യാത്മികതയുടെ പൊൻവെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ചരിത്രപരമായ ഉത്തരവാദിത്തമാണ് ശ്രീനാരായണ ഗുരു ഈ ക്ഷേത്രപ്രതിഷ്ഠാ പദ്ധതികളിലൂടെ നടപ്പാക്കിയത്. 1 മണിക്കൂർ എടുത്ത് പറയേണ്ട കാര്യമാണ് ഞാൻ ഇത്രയും ചുരുക്കി ആ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ ഈ ക്ഷേത്രപ്രതിഷ്ഠാ പദ്ധതികൾ കഴിഞ്ഞപ്പോൾ അടുത്ത സംരംഭത്തിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. നിങ്ങൾ അരുവിപ്പുറത്ത് ചെല്ലുമ്പോൾ കാണാം, അതിൻ്റെ വലതുവശത്ത്, നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വലതുവശത്തായിട്ട് ഒരു നീളത്തിലുള്ള കെട്ടിടമുണ്ട്. ഇപ്പോൾ അത് സദ്യാലയമാണ്. അവിടെ ഒരു പാഠശാല തുടങ്ങി, ഒരു വിദ്യാലയം, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന് പറഞ്ഞ ഗുരുദേവൻ അവിടെ ഒരു പാഠശാല തുടങ്ങി. ആ ചുറ്റുപാടുമുണ്ടായിരുന്ന ആളുകൾക്ക് അക്ഷരങ്ങൾ അറിയാൻ, വാക്കുകൾ കൂട്ടി വായിക്കുവാൻ, ആശയങ്ങളുടെ ലോകത്തേക്ക് അവരെ എത്തിക്കുവാൻ കുമാരനാശാനെ പോലുള്ള ആളുകൾ ഇവിടെ അധ്യാപകരായി. ആ പാഠശാലയിൽ നിന്ന് തുടങ്ങിയ വിദ്യാഭ്യാസ പ്രവർത്തനം പിന്നീട് ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളിൽ ഈ ആത്മീയ തലം കഴിഞ്ഞപ്പോൾ അടുത്തത് അന്നലെ വരെ ശൂദ്രമക്ഷര സംയുക്തം ദുരിത പരിവർജയിൽ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലം നമുക്കിവിടെ ഉണ്ടായിരുന്നു. വിദ്യാലയങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. അതിന് മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടേതായ ചില വിദ്യാഭ്യാസ സംരംഭങ്ങൾ ഉണ്ടാക്കാൻ ഗുരുദേവൻ മുന്നിട്ടിറങ്ങി. ആ അരുവിപ്പുറത്ത് നിന്ന് തുടങ്ങിയ ഈ വിദ്യാഭ്യാസ പ്രവർത്തനം കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ശിവഗിരിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കോളേജും CBSE സ്കൂളും ഒക്കെ ഇരിക്കുന്നിടത്തുള്ള പഴയ കെട്ടിടം, ഇപ്പോൾ 100 കൊല്ലമായി കഴിഞ്ഞിരിക്കുന്ന ആ കെട്ടിടത്തിൽ ഒരു അന്നത്തെ കാലത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 1 മുതൽ 10 വരെ പാഠ്യക്രമം, മലയാളം 7ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ഒക്കെ ഉണ്ടായിരുന്ന കാലത്താണ് ഗുരുദേവൻ ഈ ഒരു ഇംഗ്ലീഷ് സ്കൂൾ അന്ന് തുടങ്ങുന്നു. ആലുവ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു സ്കൂൾ തുടങ്ങി. അവിടെ നിങ്ങളൊരു കാര്യം അറിയേണ്ടത്, ഈ സ്കൂളുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗുരുദേവൻ നടത്തിയ പ്രവർത്തനങ്ങളാണ്. ഗ്രാമാന്തരങ്ങൾ തോറും ഗുരുദേവൻ ഇറങ്ങി സഞ്ചരിച്ചു. ഇതിനടുത്തുള്ള അഞ്ചുതെങ്ങ്, കടയ്ക്കാവൂർ, വക്കം, ചിറയിൻകീഴ്, ആറ്റിങ്ങൽ ഈ പ്രദേശങ്ങളിലൊക്കെ ഏതാണ്ട് അനുയായികളുമായി ഗുരുദേവൻ നേരിട്ടിറങ്ങി പണപ്പിരിവിന് പോയി. അതൊരു വഴിക്കാണെങ്കിൽ മറ്റൊരു വഴിക്ക് 1 രൂപ ടിക്കറ്റ് അടിച്ചു. ഇപ്പം നമ്മൾ കൂപ്പൺ എന്ന് പറയുന്ന, നമ്മളൊരു ഗുരുമന്ദിരം പണിയുന്നു, അല്ലെങ്കിൽ ഒരു സ്കൂൾ പണിയുന്നു, ഓഡിറ്റോറിയം പണിയുന്നു, അതിനൊക്കെ കൂപ്പൺ അടിക്കുന്നൊരു സംവിധാനമുണ്ട്. അന്ന് അതിന് ടിക്കറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. 1 രൂപയുടെ ടിക്കറ്റ് അടിച്ചു. അപ്പോൾ അതിന് ഗുരുദേവൻ പറഞ്ഞൊരു മറുപടി, ഒരു സാധാരണക്കാരൻ്റെയും പങ്കാളിത്തം ഈ സ്ഥാപനത്തിൽ ഉണ്ടാവണം. ഒരു കൂലിപ്പണിക്കാരന് അവൻ എത്ര രൂപ തരാൻ കഴിയുമോ അത് മതി. 1 രൂപ തികച്ചു തരാൻ കഴിയാത്ത ആളുകൾ 2 or 3 പേര് ചേർന്ന് 1 രൂപ തന്നാൽ മതി, ഒരു ടിക്കറ്റ് എടുത്താൽ മതി. അതായിരുന്നു ഗുരുദേവൻ്റെ കാഴ്ചപ്പാട്. പണക്കാരെ മാത്രമല്ല, പാവപ്പെട്ടവരുടെയും പങ്കാളിത്തം തൻ്റെ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാകണം. അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണം തൻ്റെ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുവാനെന്നുള്ള ഒരു ഹൃദയവിശാലതയ്ക്ക് അപ്പുറമുള്ള ഒരു കാഴ്ചപ്പാട്, മനുഷ്യ സേവയെക്കുറിച്ചുള്ള തൻ്റെ ഉള്ളിലുള്ള ഒരു ദാർശനിക കാഴ്ചപ്പാട്, അതാണിതിൽ കാണുന്നത്. ഇനി അതിൽ മറ്റൊരു കാര്യമുണ്ട്. ഞാനിത് പറയുന്നത് കേട്ടുകേഴ്വി വെച്ച് ഞാൻ സംസാരിക്കുന്ന ആളല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് പറയുന്നെങ്കിൽ കാര്യങ്ങൾ പഠിച്ചിട്ട് പറയുന്ന ഒരാളാണ് ഞാൻ. കേരളകൗമുദി പത്രത്തിൻ്റെ 100 കൊല്ലത്തിൻ്റെ ചരിത്രം എഴുതാനുള്ളൊരു ഭാഗ്യം എനിക്കൊരു ഗുരുദേവ നിയോഗമായിട്ടുണ്ടാക്കിയ ഒരാളാണ് ഞാൻ.
ആ പുസ്തകം എഴുതുന്നതിന് വേണ്ടി ഞാൻ നടത്തിയ പഠനങ്ങൾ ഒരു സാധാരണയിൽ കവിഞ്ഞ പഠനങ്ങളായിരുന്നു. അതിൽ ഒരു ലക്കം പരിശോധിച്ചപ്പോഴാണ് അതിൽ ഈ വാർത്ത കാണുന്നു. ഇങ്ങനെ ശിവഗിരിയിൽ ആരംഭിക്കുന്ന സ്കൂളിന് വേണ്ടി പണപ്പിരിവിന് സന്നദ്ധ ഭടന്മാർ, വോളണ്ടിയർമാർ എന്നല്ല, സന്നദ്ധ ഭടന്മാർ വരുന്നുണ്ട്. നിങ്ങളാവുന്ന രീതിയിൽ യഥാശക്തി പണം കൊടുത്ത് സഹായിക്കണം. ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്നാണെങ്കിലും കുഴപ്പമില്ല, ഒരു ടിക്കറ്റെങ്കിലും എടുക്കണം. കൂടുതൽ എടുക്കാൻ സൗകര്യമുള്ളവർ 5, 10, 15 എത്ര വേണമെങ്കിലും ടിക്കറ്റുകൾ എടുക്കണം. എന്നിട്ടൊരു വാചകം അവസാനം പറഞ്ഞു, ഈ പോകുന്ന സന്നദ്ധ ഭടന്മാർ ഇതിൽ നിന്ന് ഒരു പൈസ പോലും, ഒരു രൂപ പോലും ചെലവിനെടുക്കരുത്. അവർക്ക് ഭക്ഷണത്തിനും ഈ വിശപ്പടക്കാനുള്ള, ദാഹമടക്കാനുള്ള, വെള്ളം കുടിക്കണമെങ്കിലോ ഒക്കെ നിങ്ങൾ ഗുരുവിൻ്റെ സന്യസ്ത ഈ ഗൃഹസ്ഥരായ ആളുകൾ, ഭക്തജനങ്ങൾ, അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇത്തരത്തിലുള്ള അറിയിപ്പ് ഞാൻ ആ പുസ്തകത്തിൽ അതുപോലെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. കേരള ചരിത്രത്തിന് 1-ാം ബാല്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു ശ്രീനാരായണ ഗുരു. ഇത് കഴിഞ്ഞ് പ്രാക്കുളം പ്രദേശങ്ങളിൽ പോയി, കൊല്ലത്തിൻ്റെ കിഴക്കുള്ള അഷ്ടമുടിക്കായലിൻ്റെ തീരപ്രദേശങ്ങളിലുണ്ടായിരുന്ന ഒരുപാട് ഗുരുദേവ ഭക്തന്മാർ അന്നും ഉണ്ട്. അവിടെ പോയപ്പോഴാണ് ചട്ടമ്പി സ്വാമികൾ രോഗശൈലിയിൽ കിടക്കുന്നുവെന്നറിഞ്ഞു. അദ്ദേഹത്തെ കാണാൻ അവിടെ ചെന്നു. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ ചോദിക്കുന്നു, നാണൻ ഈയിടെയായിട്ട് പ്രവൃത്തിയാരുദ്യോഗമുണ്ടെന്ന് കേട്ടല്ലോ. അപ്പോൾ സാധാരണ ഈ പ്രവൃത്തിയാർമാരാണ് പണപ്പിരിവിന്, കരംപിരിവിന് പോകുന്നത്. അത് വെച്ചൊന്ന് ചെറിയൊരു കളിയാക്കൽ രൂപത്തിലാണ് പറഞ്ഞത്. പക്ഷെ ഗുരുദേവൻ തിരിച്ചു പറഞ്ഞു, പ്രവൃത്തിയുണ്ട്, ആരില്ല എന്ന് പറഞ്ഞ ഒരു അനുഭവം വരെയുണ്ട്. അപ്പോൾ അങ്ങനെ ഗുരുദേവൻ നേരിട്ടിറങ്ങി ഈ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു, വർക്കലയിലും നമ്മുടെ ആലുവയിലും. പക്ഷെ പിന്നീട് വേണ്ട രീതിയിൽ ആ മേഖലയിൽ നമുക്കധികം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അത് പല കാരണങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് ഓരോ മേഖലകളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ സൂചിപ്പിക്കാം. പക്ഷേ ഇതിനൊരു മാറ്റമുണ്ടാക്കിയത് വർഷങ്ങൾ കഴിഞ്ഞ് ആർ ശങ്കർ എന്നൊരു മഹാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്. ഈ ആർ ശങ്കറെക്കുറിച്ച് പറയുമ്പോൾ ഈ ഞാൻ മുമ്പ് പറഞ്ഞ ഗുരുദേവൻ നേരിട്ടിറങ്ങി സ്ഥാപിച്ച ഈ വർക്കലയിലെ സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിരുന്നു ആർ ശങ്കർ. അന്നത്തെ കാലത്ത് 20 വയസ്സ് തികയാത്ത ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കെമിസ്ട്രി BSc പാസ്സായി ഇറങ്ങി ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ ശിവഗിരി സ്കൂളിലെ ഹെഡ് മാസ്റ്ററാക്കി. അദ്ദേഹം ഒരു 3-4 വർഷം അവിടെ പിന്നീടാണ് LLBക്കൊക്കെ പോയി രാഷ്ട്രീയത്തിലൊക്കെ പോയി വരുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു എന്താണ്, ശ്രീനാരായണ ദർശനം എന്താണ്, ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ എന്താണ് എന്ന് ഈ ശിവഗിരിയിലെ താമസക്കാലത്ത് ശങ്കർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, അടുത്തറിയാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹം മന്ത്രിയായപ്പോൾ അതും ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ആർ ശങ്കർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ തിരുവിതാംകൂറിൽ പല മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ചു. ഈഴവർക്ക് ഏറ്റവും കൂടുതൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്ന് മത്സരിച്ചു. പക്ഷെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. ചിറയൻകീഴിലും ആറ്റിങ്ങലും കൊട്ടാരക്കരയിലും കൊല്ലത്തുമൊക്കെ അദ്ദേഹം പലവട്ടം മത്സരിച്ചു. അവസാനം ഈ 1960 കാലത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ കായാത്ത് ദാമോദരൻ എന്ന് പറഞ്ഞ കണ്ണൂരിലൊരു ശ്രീനാരായണ ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം ശങ്കർ സാറിനോട് പറഞ്ഞു, സാർ ഇനി തിരുവിതാംകൂറിലോ മധ്യ കേരളത്തിലോ ഒന്നും മത്സരിക്കേണ്ട, സാറ് ഞങ്ങളുടെ കണ്ണൂരിൽ വരിക, സാറ് നോമിനേഷൻ കൊടുത്തിട്ടെങ്കിൽ പോരെ, ബാക്കി ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണൂരിൽ നിന്ന് MLA ആയി ജയിച്ചു വന്നാണ് ആർ ശങ്കർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത്. അവിടെയും ഒരു കഥയുണ്ട്, കഥയല്ല, ഒരു സത്യമുണ്ട്. അന്ന് കോൺഗ്രസിന് 63 MLA-മാരുണ്ടായിരുന്നു. പട്ടം താണുപള്ളിയുടെ PSPക്ക് 16 മെമ്പർമാരെ ഉണ്ടായിരുന്നുള്ളൂ, MLA-മാരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവിന് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയില്ലാതായി. പട്ടം മുഖ്യമന്ത്രിയാകണമെന്നായി പലരുടെയും ആവശ്യം. നമ്മുടെ സമൂഹം എവിടെ നിൽക്കുന്നു അന്നും എന്നും എന്നുള്ളത് ഇനി ഞാൻ പറഞ്ഞു വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അങ്ങനെ ഡെപ്യൂട്ടി പട്ടം പ്രധാന മുഖ്യമന്ത്രിയും ആർ ശങ്കർ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുമായി മന്ത്രിസഭ രൂപീകരിക്കുന്നു. അദ്ദേഹത്തിന് ധനകാര്യ വകുപ്പ് മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്, ആർ ശങ്കറിന്, ഈ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിക്ക്. നമ്മൾ പലപ്പോഴും പല ആളുകളും നമ്മുടെ പത്രപ്രവർത്തകരൊക്കെ ബാബു പോളിനെ പോലുള്ള ആളുകളൊക്കെ എഴുതുന്നത് KM മാണിയാണ് ഏറ്റവും വലിയ ധനകാര്യ വകുപ്പ് കണ്ടുപിടിച്ച ആൾ, സാമ്പത്തിക വിദഗ്ധൻ, ബഡ്ജറ്റുകളെക്കുറിച്ചൊക്കെ പറയും. ഞാൻ KM മാണിയുടെ ബഡ്ജറ്റും പഠിച്ചിട്ടുണ്ട്. ആർ ശങ്കറിൻ്റെ ബഡ്ജറ്റ് നിയമസഭാ ലൈബ്രറിയിൽ പോയിരുന്ന് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ ബഡ്ജറ്റുകളിൽ
കേരളത്തിൻ്റെ സമ്പദ്ഘടന ഏതെല്ലാം മേഖലകളിൽ നിന്ന് നമുക്ക് സ്വരുക്കൂട്ടാൻ കഴിയും, ഭാരതത്തിൻ്റെ സാമ്പത്തിക രംഗം എന്താണ്, ആഗോളതലത്തിൽ സാമ്പത്തിക രംഗം നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും എന്താണ്, ഇങ്ങനെയുള്ളൊരു വളരെ നീണ്ട ആമുഖമുണ്ട് ആ ബഡ്ജറ്റുകൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആർ ശങ്കർ ഈ നമ്മുടെ കേരളത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളൊക്കെ പോലുള്ള ആളുകൾ, ചെറുപ്പക്കാരൊക്കെ പലരും ഇവിടെയുണ്ട്, ഇതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. ആ സാമ്പത്തിക രംഗം മാത്രം കൈകാര്യം ചെയ്തിരുന്ന ആർ ശങ്കർക്ക് അവസാന കാലത്തെ 1.5 കൊല്ലം തികച്ചില്ല, പി ഉമ്മർ കോയ എന്ന് പറയുന്ന കോഴിക്കോട്ട് നിന്നുള്ള വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് പോയ ഒഴിവിൽ, അപ്പോഴത്തേക്ക് പട്ടത്തെ പഞ്ചാബ് ഗവർണറാക്കി മാറ്റിക്കൊണ്ട് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും, അന്ന് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റുമാണ്. അവരുടെ രണ്ടുപേരുടെയും പ്രത്യേക താല്പര്യത്തിൻ്റെ കൊണ്ട് പട്ടം താണുപിള്ളയെ പഞ്ചാബ് മുഖ്യമന്ത്രിയായി മാറ്റിക്കൊണ്ട് ആർ ശങ്കറെ മുഖ്യമന്ത്രിയാക്കുന്നു. ആ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോഴാണ് ഈ ഉമ്മർ കോയ രാജിവെക്കുന്നത്. ആ വിദ്യാഭ്യാസ വകുപ്പ് ആർ ശങ്കർ ഏറ്റെടുത്തു. അവിടെയാണ് ആ ഏതാണ്ട് 1.25 കൊല്ലം വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കാൻ മാത്രം അവസരം കിട്ടിയ ആർ ശങ്കർ ഏതാണ്ട് 80-ലധികം കോളേജുകൾ ആരംഭിച്ചു. കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ ഈ 80-ലധികം കോളേജുകൾ ആരംഭിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതിനു മുൻപ് ആർ ശങ്കർ വിദ്യാഭ്യാസ മന്ത്രിയാകുന്നതിന് മുൻപ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വരേണ്യവർഗത്തിന് മാത്രം, വീട്ടിൽ സമ്പത്തും സൗകര്യവുമുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് മാത്രം വിധിക്കപ്പെട്ട ഒന്നായിരുന്നു കോളേജ് വിദ്യാഭ്യാസം. തിരുവനന്തപുരത്തൊരു യൂണിവേഴ്സിറ്റി കോളേജ് രാജാവിൻ്റെ വക, ചങ്ങനാശ്ശേരിയിലൊരു സെയിൻറ്റ് ബർക്ക്മെൻസ് കോളേജ് ചങ്ങനാശ്ശേരി ബിഷപ്പിൻ്റെ വക, കോട്ടയത്ത് CMS സഭയുടെ CMS കോളേജ്, എറണാകുളം കൊച്ചി രാജാവിൻ്റെ മഹാരാജാസ് കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജ്, ഇത്രയും കോളേജുകൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സൗകര്യമുള്ള വീട്ടിലെ കുട്ടികളെ ഈ പട്ടണങ്ങളിൽ ഏതെങ്കിലും വീട് വാടകയ്ക്കെടുത്ത്, ഇന്നത്തെ പോലെ ഹോസ്റ്റലുകളൊന്നും വന്നില്ല, ഒരു വീട് വാടകയ്ക്കെടുത്ത് അരിവെപ്പുകാരനെയും നിർത്തി അങ്ങനെ പഠിച്ച ആളുകൾക്ക് മാത്രമായിരുന്നു അന്ന് കോളേജ് വിദ്യാഭ്യാസം അനുഭവിക്കാനുള്ള അവസരം കിട്ടിയിരുന്നത്. ശങ്കർ മുഖ്യമന്ത്രിയായപ്പോൾ കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ കോളേജുകൾ ആരംഭിച്ചു. ഈ 80 കോളേജുകൾ അനുവദിച്ചതിൽ 13 SNDP യോഗത്തിന് SN ട്രസ്റ്റിന് കൊടുത്തു, നായർ സൊസൈറ്റിക്ക് കൊടുത്തു, MESന് കൊടുത്തു, മറ്റ് മുസ്ലിം സംഘടനകൾക്ക് കൊടുത്തു, വിവിധ ക്രിസ്ത്യൻ സഭകൾക്ക് കൊടുത്തു. ഒരു ചെറിയ കണക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജ്, പെരിങ്ങമല ഇക്ബാൽ കോളേജ്, മറ്റേ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ്, ചെമ്പഴന്തി SN കോളേജ്, ധനുവച്ചോരം VTM വേലുത്തമ്പി മെമ്മോറിയൽ NSS കോളേജ്, ഈ വർക്കലയിലുള്ള SN കോളേജ്, ഈ സ്ഥാപനങ്ങളെല്ലാം ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇതുപോലെ എല്ലാ വിഭാഗം ആളുകൾക്കും, സാധാരണക്കാരൻ്റെ വീട്ടിലെ കുട്ടികൾക്ക് കോളേജ് വിദ്യാഭ്യാസത്തിനുള്ള ഒരു അവസരമുണ്ടാക്കി കൊടുത്തത് ആർ ശങ്കറാണ്. പക്ഷേ ഇതൊന്നും ആരും എഴുതുകയുമില്ല, പ്രസംഗിക്കുകയുമില്ല. ഈ അടുത്ത കുറേ നാളുകൾക്ക് മുമ്പ് ബാബു പോൾ ഒരു ലേഖനം എഴുതി, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് CH മുഹമ്മദ് ചെയ്തതുപോലുള്ള സംഭാവന വേറെ ആരും ചെയ്തിട്ടില്ല. ശരിയാണ്, മലബാറിലെ മുസ്ലിം സഹോദരന്മാരുടെ വിദ്യാഭ്യാസ രംഗത്തെ വളർച്ചയ്ക്ക് വേണ്ടി CH മുഹമ്മദ് കോയ വളരെയേറെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനം അതെ. പക്ഷേ ആർ ശങ്കർ ചെയ്തത് അതല്ല. എല്ലാ വിഭാഗം ജനങ്ങളും വിദ്യ അഭ്യസിച്ചുകൊണ്ട് ഉയരുകയും വളരുകയും ഔദ്യോഗിക രംഗത്തും മറ്റ് മേഖലകളിലും കൂടുതൽ ഉയരങ്ങളിൽ ചെയ്യുന്നതിനുള്ള ഒരു അവസരമുണ്ടാക്കി കൊടുത്തത് ആർ ശങ്കറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാനൊരിക്കൽ കേൾക്കാനൊരു ഭാഗ്യം എനിക്കുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്തിന് അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരാണ് ഏറ്റവും വലിയ കയറ്റുമതി ചരക്ക്. കാരണം ഇവിടുന്ന് നമുക്ക് മറ്റൊന്നും അയക്കാനില്ല. നമ്മുടെ കൃഷിയും കാര്യങ്ങളുമൊക്കെ, അത് കാർഷിക മേഖലയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇതായിരുന്നു ആർ ശങ്കർ. അങ്ങനെ ഈ ആരംഭിച്ച വിദ്യാഭ്യാസ വിപ്ലവം, ഈ കോളേജുകൾ തുടങ്ങിയതോടൊപ്പം അദ്ദേഹം മറ്റ് മേഖലകളിലേക്ക് തിരിഞ്ഞു. സ്കൂളുകൾ ആരംഭിച്ചു. സൗകര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചു കൊടുത്തു. അങ്ങനെ ഉണ്ടായൊരു മാറ്റമാണ് ശ്രീനാരായണ ഗുരു വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന ആ ഗുരുവിൻ്റെ അരുളപ്പാട്, ഗുരുവിൻ്റെ സന്ദേശം കേരളത്തിൻ്റെ മണ്ണിൽ, കേരളത്തിൻ്റെ സാമൂഹിക ക്രമത്തിൽ ഏറ്റവും കൂടുതൽ ആഴത്തിൽ പതിയാൻ ഇടയായത് ആർ ശങ്കറെ പോലെയുള്ള ഒരു ശ്രീനാരായണ ശിഷ്യൻ, ശ്രീനാരായണ ഭക്തൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസപരമായ രംഗത്തേക്ക് ഗുരു ശ്രദ്ധിച്ചത് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയിൽ അന്ധതയിലാണ്ട്
ഈ പാരതന്ത്ര്യം നമുക്ക് വിധികൽപ്പിതമാണെന്ന് വിശ്വസിച്ചു കൊണ്ടിരുന്ന കുറേ ആളുകളുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അയിത്തവും തീണ്ടലും തൊടിയിലുമൊക്കെ ജാതിജന്യമായ ഈ കൊള്ളരുതായ്മകളൊക്കെ ദൈവദത്തമാണ്, അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച ആളുകൾ ഈ സമൂഹത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് ബോധവൽക്കരണത്തിലൂടെ അറിവ് പകർന്നു കൊടുത്തുകൊണ്ട് തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച്, നിഷേധിക്കപ്പെട്ട കടമകളെക്കുറിച്ച് ഒക്കെ അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ഈ വിദ്യാഭ്യാസ രംഗത്ത് ഗുരുദേവൻ ശ്രദ്ധിച്ചത്. ഇനി ഇത് കഴിഞ്ഞാൽ മൂന്നാമത് ഒരു പ്രവർത്തന മേഖലയിലേക്ക് ഗുരുദേവൻ തിരിയുകയാണ്. തൻ്റെ എല്ലാ കർമ്മ മേഖലകളുടെയും അടിസ്ഥാനം അരുവിപ്പുറത്ത് നിന്നാണ് തുടങ്ങിയത്. താൻ ഉണ്ടാക്കിയ ശിവക്ഷേത്രത്തിന് അടുത്ത്, നിങ്ങളൊക്കെ അരുവിപ്പുറത്ത് പോയിട്ടുള്ളവരാണ്, ഇനി പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരിക്കൽ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, വവ്വാലുകൾ ഞാന്നു കിടക്കുന്ന, വവ്വാലിൻ്റെ നാറ്റമുള്ള ഇരുട്ടറകളുള്ള ക്ഷേത്രങ്ങളല്ല നമുക്ക് വേണ്ടത്. കാറ്റും വെളിച്ചവും കിടക്കുന്ന, ശുദ്ധവായു ശ്വസിക്കാൻ കഴിയുന്ന, ആളുകൾക്ക് വന്നിരുന്ന് കാറ്റുകൊള്ളാൻ കഴിയുന്ന, തണൽമരങ്ങളുള്ള, പൂമരങ്ങളുള്ള ഒരു നല്ല അന്തരീക്ഷമുണ്ടായിരിക്കണം ക്ഷേത്രാങ്കണത്തിൽ. അരുവിപ്പുറത്തെ ക്ഷേത്രം അത്തരത്തിലാണ് ഗുരുദേവൻ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മുടെ വാസ്തുവിദ്യയിൽ, കേരളീയ വാസ്തുവിദ്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ക്ഷേത്രം രൂപപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ചരിഞ്ഞ മേൽക്കൂരകളില്ലാത്ത, അതിന് ജനലും കഥയും ഒക്കെ നിങ്ങളൊക്കെ പോകുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അപ്പോൾ കൂടുതൽ മനസ്സിലാകും. അപ്പോൾ ആ ക്ഷേത്രപ്രതിഷ്ഠയിലൂടെ ആത്മീയമായ ഉണർവുണ്ടാക്കിയെങ്കിൽ, വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്ക് അറിവുണ്ടാക്കിയെങ്കിൽ, അടുത്ത ഘട്ടത്തിലേക്ക് ആ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് സംഘടിതമായ ഒരു ശക്തി ആവശ്യമാണ്. അവിടെയാണ് ഗുരു പറഞ്ഞ സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞത്. സ്വാഭാവികമായും ഈ സംഘടിത ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അരുവിപ്പുറത്ത് പോകുമ്പോൾ ആ ശിവക്ഷേത്രത്തിൻ്റെ തൊട്ട് പിറകിലായി, തൊട്ട് കിഴക്ക് വശത്തായിട്ട് ഒരു വലിയ പ്ലാവ് നിൽപ്പുണ്ട്. ആ പ്ലാവിന് തറ കെട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഈ വൃക്ഷഛായയിലാണ് 1903 ജനുവരി 8 SNDP യോഗത്തിൻ്റെ പ്രഥമ സമ്മേളനം ചേർന്ന് എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി പോകുമ്പോൾ ആ ബോർഡുമൊക്കെ ഒന്ന് കാണുക, ആ പ്ലാവിനെ ഒന്ന് കാണുക. ഈ ഗുരുദേവൻ്റെ ക്ഷേത്രസങ്കല്പങ്ങളിൽ, ഗുരുദേവൻ്റെ ആദർശങ്ങളിൽ, തത്വസംഹിതകളിലൊക്കെ വൃക്ഷങ്ങൾ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട്. ഈ പ്ലാവിൻ്റെ ഒരു പ്രത്യേകത, ഈ വൃക്ഷശാസ്ത്രം അറിയുന്നവർക്കറിയാം, ത്രിഗുണമുള്ള മരങ്ങൾ. നമ്മുടെ വൃക്ഷങ്ങളിൽ തന്നെ ത്രിഗുണം എന്ന് പറഞ്ഞാൽ 3 തലത്തിൽ നമുക്ക് മനുഷ്യർക്ക് ഉപയോഗപ്പെടുന്ന മരമാണ് പ്ലാവ്. നമ്മുടെ മാവും ഒക്കെ അതിൽപ്പെടുന്നതാണ്. നമ്മുടെ വിഷയം എല്ലാവർക്കും അതിൽ കിടക്കുന്ന പ്ലാവിൻ്റെ കാര്യം മാത്രം പറയാം. ത്രിഗുണം എന്ന് പറഞ്ഞാൽ ആ പ്ലാവിൻ്റെ ഇലയുടെ അടിവശത്ത് ഒരു ചെറിയ അരമുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴുത്ത് കഴിയുമ്പോൾ അത് കുറച്ച് കുറയും, പച്ചിലയാകുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾ കൊണ്ടാ ചൊറിയും. അവിടെ ഈ പൊടിയെ സ്വാംശീകരിക്കാൻ, അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളെ പിടിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഈ പ്ലാവിൻ്റെ ഇലയ്ക്കുണ്ട്. മറ്റൊന്ന് ചക്കയുടെ പ്രാധാന്യം. ഗുരുദേവൻ പണ്ടേ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നു. നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ, കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ പാലോടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഡയറക്ടറായിരുന്ന ഈ അടുത്ത കാലത്ത് അന്തരിച്ച ഈ ഒരു ബഹുമാന്യ സുഹൃത്തുണ്ട്, എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹമാണ് ഈ ചക്കയുടെ പ്രാധാന്യം മനസ്സിലാക്കി ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല ഏർപ്പാടാണ് ചക്ക എന്ന് അദ്ദേഹം കണ്ടെത്തിയിരുന്നു. ആ ഒരു പ്രചരണവും നടത്തിയിരുന്നു. ഇത് രണ്ടാമത്തെ ഗുണമാണെങ്കിൽ പ്ലാവിൻ്റെ തടി, കാതൽ. നമ്മൾ നിങ്ങളൊക്കെ സിനിമ കാണുന്ന ആളുകളല്ലേ, വരിക്കാശ്ശേരി മന കണ്ടിട്ടില്ലേ? മംഗലശ്ശേരി നീലകണ്ഠൻ്റെ സിനിമ കണ്ടിട്ടില്ലേ? അതിൽ ആ മനയിലെ ഓരോ തൂണും ഓരോ പ്ലാവാണ്, വരിക്കപ്ലാവാണ്. ഇപ്പോഴും പുതിയ വീട് പണിയുന്ന ആളുകൾ, വാസ്തുശാസ്ത്രം അറിയുന്ന ആളുകൾ പുതിയ വീട് പണിയാൻ തുടങ്ങുമ്പോൾ വരിക്കപ്ലാവിൻ്റെ തടി അന്വേഷിച്ച് നടക്കാറുണ്ട്. ആ ഫ്രണ്ടിലെ മെയിൻ കതകെങ്കിലും വരിക്കപ്ലാവിൻ്റെ കാതൽ കൊണ്ട് ചെയ്യണം എന്നുള്ളത് അതൊരു സങ്കല്പമാണ്. നമ്മുടെ ഹോമം നടത്തുമ്പോൾ പ്ലാവിൻ്റെ വിറക് പല പൂജാരിമാരും ആവശ്യപ്പെടുന്ന സാധനമാണ്. അപ്പം അങ്ങനെ ഈ ത്രിഗുണ ഫലം നമുക്ക് നൽകുന്ന ഒരു വൃക്ഷമാണ് പ്ലാവ്. അരുവിപ്പുറത്ത് എന്നാൽ നമുക്കവിടെ പ്ലാവ് കാണാം. സമാധി മണ്ഡപത്തിൻ്റെ മുന്നിൽ ഗുരുദേവൻ തന്നെ നട്ടുവളർത്തിയ ഒരു പ്ലാവ് ഇവിടെ നമ്മുടെ കൺമുന്നിലുണ്ട്. ആലുവായിൽ പ്ലാവുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം, കൂർക്കഞ്ചേരിയിലെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു വലിയ പ്ലാവ് ഇപ്പോഴും നിൽപ്പുണ്ട്. ആ പ്ലാവിൻ്റെ ഛായയിലിരുന്നാണ് നമ്മുടെ സന്യാസി സംഘത്തിൻ്റെ, ശ്രീനാരായണ ധർമ്മ സംഘത്തിൻ്റെ
പ്രഥമ യോഗം ചേർന്ന് രജിസ്റ്ററിൽ ഒപ്പിട്ട് ധർമ്മസംഘം രൂപീകരിച്ചത് കൂർക്കഞ്ചേരിയിൽ ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ നിന്ന് ഇരുന്നു കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഗുരുദേവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഗുരുദേവൻ്റെ കർമ്മമേഖലകളുമായി ബന്ധപ്പെട്ട് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ പ്ലാവ് എന്ന് പറയുന്ന വൃക്ഷത്തിന്, അതുപോലെ തന്നെ മാവിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ഇവിടെ കാണുന്ന പഴയ മാവുകളെല്ലാം ഗുരുദേവൻ നട്ടുവളർത്തിയതാണ്. ആലുവ അദ്വൈതാശ്രമത്തിൽ ചെന്നാൽ പിടിച്ചാൽ പിടിമുറ്റാത്ത വൻമരങ്ങൾ, അതിലവിടെ ഉണ്ടായിരുന്നൊരു സ്വാമി അതിലധികം വെട്ടിക്കളഞ്ഞു, പോട്ടെ, അത് വിഷയമല്ല, അതിനെക്കുറിച്ച് കിടക്കുന്നില്ല. അപ്പം അവിടെ നട്ടുവളർത്തിയത് ഗുരുദേവനാണ്. ഈ മാവിനും മറ്റൊരു പ്രത്യേകത, ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഭക്തജനങ്ങൾ, ആളുകൾ ഒരുപാട് പേര് ഒന്നിച്ചു കൂടുമ്പോൾ ഓക്സിജൻ പ്രദാനം ചെയ്യുവാനുള്ള കഴിവ്, അന്തരീക്ഷത്തിലുള്ള നമ്മുടെ ഉച്ഛ്വാസവായുവിനെ ആഗിരണം ചെയ്തുകൊണ്ട് അതിലെ കാർബൺ ഘടകത്തെ ആഗിരണം ചെയ്ത് ഓക്സിജൻ കണ്ടന്റിന് തിരിച്ച് പ്രദാനം ചെയ്യുവാൻ മാവിനുള്ളതുപോലെ ശക്തി പിന്നെ ആലിന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഈ വൃക്ഷശാസ്ത്രമൊക്കെ എനിക്ക് എൻസൈക്ലോപീഡിയയിലെ ജോലിയുടെ ഭാഗമായി പഠിക്കേണ്ടി വന്നതുകൊണ്ട് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, അതുകൊണ്ടാണ് ഗുരുദേവൻ ഇവിടെ ഈ മാവുകളൊക്കെ ഇങ്ങനെ നട്ടു വളർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ അരുവിപ്പുറത്തെ പ്ലാവിൻ്റെ ചുവട്ടിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അധികവും, മലബാറിൽ നിന്നൊക്കെ ആളുകളുണ്ടായിരുന്നെങ്കിലും അധികവും തിരുവിതാംകൂറിൽ നിന്നുള്ള ആളുകളായിരുന്നു. അവിടെ ഒരു യോഗം ചേർന്നു. അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന വാവൂട്ടി യോഗം ഈ 1888 ശിവപ്രതിഷ്ഠ കഴിഞ്ഞതോടുകൂടി ഭക്തജനങ്ങൾ അവിടെ ചെന്നു തുടങ്ങി. കർക്കടക മാസത്തിലെ കറുത്ത വാവു ദിവസം, തുലാമാസത്തിലെ കറുത്ത വാവു ദിവസം ഒരു ബലിതർപ്പണം നടത്തുന്ന ഏർപ്പാടുകളുണ്ടായി. പലരും അരിയും സാധനങ്ങളും പച്ചക്കറികളും ഒക്കെയായി ഇവിടെ ചെല്ലും, പാകം ചെയ്ത് എല്ലാവർക്കും കൊടുക്കും, അവരും കഴിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സംരംഭം മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്നതിന് വേണ്ടി ഒരു വാവൂട്ടി യോഗം എന്നൊരു പ്രസ്ഥാനമുണ്ടാക്കി ഗുരുദേവൻ. ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങളും ഈ വാവുബലി ദിവസത്തെ ചടങ്ങുകളുമൊക്കെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിന് ആവശ്യമായ ഒരു കർമ്മപരിപാടികൾ നടപ്പാക്കാൻ ഏൽപ്പിച്ചതാണ്. അങ്ങനെ ചരിത്രത്തിലെ ഈ വാവൂട്ടി യോഗം 1903 ആയപ്പോഴേക്കും SNDP യോഗമായി മാറുകയാണ്. അവിടെ നമ്മൾ അറിയേണ്ട ഒരാളുണ്ട്, ഡോക്ടർ പൽപ്പു എന്ന മനുഷ്യൻ. ഒരുപക്ഷെ ശ്രീനാരായണ ഗുരു കഴിഞ്ഞാൽ ഈ സമൂഹം ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ പൽപ്പുവിനോട്. പക്ഷേ അദ്ദേഹത്തെ എന്തുകൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചരിത്രകാരന്മാരും എഴുത്തുകാരും നേതാക്കന്മാരും ഒക്കെ കൂടി തമസ്കരിച്ച് കളഞ്ഞ ഒരു യാഥാർത്ഥ്യമാണുള്ളത്. സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം 1920 അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്തെത്തി. ആ മ്യൂസിയത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ബെയിൻസ് കോമ്പൗണ്ടിൽ ഒരു സ്ഥലവും വീടും വാങ്ങിച്ച് അവിടെ താമസിച്ചിരുന്നു 30 വർഷക്കാലം. ഒരാളും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല. ഈ കാണുന്ന പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ടാക്കിയ, തൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ സ്വന്തം പോക്കറ്റിലെ പണം കൊണ്ട് ഈ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ ആ മനുഷ്യനെ 30 വർഷക്കാലം ആരും തിരിഞ്ഞു നോക്കാതെ ഇട്ടൊരു കഥയുണ്ട്. അത് ഞാൻ സമയമുണ്ടെങ്കിൽ പിന്നെ പറയാം. ഈ ഡോക്ടർ പൽപ്പുവിനെക്കുറിച്ച് പറയുമ്പോൾ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ അപ്പോത്തിക്കരി പരീക്ഷ എഴുതാൻ വേണ്ടി ഒരു അപേക്ഷ ക്ഷണിച്ചു. ഡോക്ടർ പൽപ്പു അപേക്ഷിച്ചു. മത്സര പരീക്ഷ നടന്നു. അതിൽ 2ാം റാങ്ക് കിട്ടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജാതി നോക്കിയപ്പോൾ ഈഴവനായതുകൊണ്ട് ഈ അപ്പോത്തിക്കരി പരീക്ഷ പാസ്സായാൽ സവർണരെയൊക്കെ ചികിത്സിക്കേണ്ടി വരും, അത് അയിത്തം തൊട്ട് തീണ്ടലുമൊക്കെ ആകും, അതുകൊണ്ട് കൊടുത്തില്ല. അപ്പം നടരാജഗുരുവിൻ്റെ ആത്മകഥയിൽ, സമയമുള്ളപ്പോൾ ആ പുസ്തകം നല്ല പുസ്തകമാണ്, 2 ഭാഗങ്ങളായിട്ടുള്ള ആത്മകഥയുണ്ട് നടരാജഗുരുവിൻ്റെ. അതിലൊരു ഭാഗത്ത് 3 തലമുറകളുടെ അനുഭവത്തെക്കുറിച്ച് നടരാജഗുരു പറയുന്നുണ്ട്. ഡോക്ടർ പൽപ്പുയുടെ അച്ഛൻ തച്ചക്കുടി പപ്പു അന്ന് തിരുവിതാംകൂറിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പരീക്ഷ നടത്താൻ തീരുമാനിച്ചു രാജഭരണകാലത്ത്. അതിനുവേണ്ടി തച്ചക്കുടി പപ്പു ഫീസ് അടച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജാതി കേട്ട് അറിഞ്ഞപ്പോൾ അത് ശരിയാവില്ല, വക്കീലായി പ്രവർത്തിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ല. അപ്പോൾ നടരാജഗുരു പറയുന്നത് ആ അടച്ച ഫീസ് ഇന്നുവരെയും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് നടരാജഗുരു പറയുന്നത്. അത് കഴിഞ്ഞ് ഡോക്ടർ പൽപ്പുവിൻ്റെ അനുഭവം ഇതായി. നടരാജഗുരു MA LT കഴിഞ്ഞ് വിദേശത്ത് നിന്ന് PhD ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ തിരുവിതാംകൂറിൽ തന്നെ ഒരു ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിച്ചു. 3ാം തലമുറയിൽ നടരാജഗുരുവിൻ്റെ അനുഭവവും തൽക്കാലം ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ നൊമ്പരത്തോടുകൂടി, സാധാരണ ഒരു സന്യാസിയുടെ നിസ്സംഗഭാവമുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ അപ്പുറം ഒരാത്മനൊമ്പരത്തിൻ്റെ തലങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്ന രീതിയിൽ അദ്ദേഹം ആത്മകഥയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ
ഈ ഹതാശനായ ഡോക്ടർ പൽപ്പു കൂനിക്കൂടി വീട്ടിലിരുന്നില്ല. അദ്ദേഹം ഇവിടുന്ന് മദ്രാസിന് പോയി. മദ്രാസ് മെഡിക്കൽ കോളേജിൽ അന്നത്തെ LMS, ഇന്നത്തെ മെഡിക്കൽ MBBS തുല്യമായ ബിരുദമാണ്. LMS എന്ന് പറഞ്ഞാൽ ലൈസൻസേറ്റ് ഇൻ മെഡിസിൻ ആൻഡ് സർജറി, അതാണ് LMSൻ്റെ ഫുൾ ഫോം. അന്നത്തെ LMS ആണ്. MBBS തത്തുല്യമായ പദവി. ഇവിടെ അപ്പോഴത്തേക്ക് കരിപേഷിയായിരുന്നു തിരുവിതാംകൂറിലുണ്ടായിരുന്നത്, മറ്റേത് മെഡിക്കൽ കോളേജിലെ LMS ആണ്. അവിടെ പോയി അഡ്മിഷൻ കിട്ടി. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വേലായുധൻ, തിരുവിതാംകൂറിലെ 7ാമത്തെ BA-കാരനായിരുന്നു വേലായുധൻ, പൽപ്പുവിൻ്റെ മൂത്ത സഹോദരൻ. അന്ന് നിങ്ങളൊക്കെ ഈ കന്യാകുമാരിക്ക് പോകുമ്പോൾ അല്ലെ അരുവിപ്പുറത്തേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞു പോകുമ്പോൾ കരമന ഒരു ഭാഗമുണ്ട്, കരമനയാറിൻ്റെ ഒരു പാലമുണ്ട്. അതിൻ്റെ വലതുവശത്ത് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് ഒരു BA-കാരൻ പാസ്സായി വരുമ്പോൾ ആചാരപടി മുഴക്കി കൊട്ടാരത്തിലേക്ക്, അന്ന് കിഴക്കേക്കോട്ടയിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്താണ് കൊട്ടാരവും ഭരണവും ഒക്കെ ഉണ്ടായിരുന്നത്. അവിടേക്ക് ആനയിച്ച് ഉദ്യോഗം കൊടുക്കുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ വേലായുധൻ BA പാസ്സായപ്പോൾ, 7ാമത്തെ ആളായി വേലായുധൻ പാസ്സായപ്പോൾ ആരും ആനയും അമ്പാരിയുമായി വന്നില്ല, ആചാരപടി മുഴക്കിയില്ല. അദ്ദേഹം അവസാനം ഗത്യന്തരമില്ലാതെ മദ്രാസിലേക്ക് പോകേണ്ടി വന്നു. അവിടെ അദ്ദേഹം റാവു ബഹദൂർ വേലായുധനായി ഡെപ്യൂട്ടി കളക്ടറും വരെയായി ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ. പൽപ്പു അവിടെ പോയി. വലിയ സമ്പത്തും സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. അവസാനം പൽപ്പുവിൻ്റെ അമ്മ, എൻ്റെ മുന്നിലിരിക്കുന്ന അമ്മമാരും സഹോദരിമാരും തിരിച്ചറിയാൻ വേണ്ടി പറയുകയാണ്, കൊടുക്കാനൊന്നും മകന് കൊടുക്കാൻ യാത്ര അയക്കുമ്പോൾ കൊടുക്കാനൊന്നുമില്ലാഞ്ഞിട്ട് താലിമാല അഴിച്ചു കൊടുത്തു. മോനെ, ഇതേ എനിക്ക് തരാനുള്ളൂ, ഇത് വിറ്റ് നീ ഫീസ് അടച്ചു എന്ന് പറഞ്ഞ് കൊടുത്ത അമ്മയുടെ മകനാണ് പൽപ്പു. അദ്ദേഹം അവിടെ പോയി അഡ്മിഷൻ കിട്ടി. ഫീസ് അടയ്ക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടി. പല ആളുകളെയും കൈ നീട്ടി അദ്ദേഹം പിച്ചതണ്ടി പഠിച്ച അച്ഛൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഗംഗാധരൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. SNDP യോഗത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി ആർ ശങ്കർ പ്രസിദ്ധീകരിച്ച ഒരു ബൃഹത്തായ ഒരു വലിയ പുസ്തകമുണ്ട്, കനക ജൂബിലി സ്മാരകഗ്രന്ഥം. അതിൽ പൽപ്പുവിൻ്റെ മൂത്ത മകൻ ഗംഗാധരൻ, അദ്ദേഹം പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു, അദ്ദേഹം ഈ കരുമ്പട്ടിണിയിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്, ഈ പിച്ചതണ്ടി കിട്ടുന്ന ഒരു പൈസ പോലും ആഹാരത്തിന് വേണ്ടി എടുക്കാതെ ഫീസ് മാത്രം കൊടുത്തു കഴിഞ്ഞ നാളുകളുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ചില വീടുകളിൽ പോയി ട്യൂഷൻ എടുത്ത് ചെറിയ സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെയാണ് അദ്ദേഹം പഠിച്ചു പാസ്സായി ഇറങ്ങിയത്. പാസ്സായി കഴിഞ്ഞും ഇവിടെ വന്ന് ഒരു ജോലിക്ക് അപേക്ഷിച്ചു, പക്ഷേ കിട്ടിയില്ല. അതിനു മുൻപ് ഒരു സംഭവം തിരുവിതാംകൂറിലുണ്ടായിരുന്നു. മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം 1891 മലയാളി മെമ്മോറിയൽ. 10,000 ആളുകൾ, മലയാളികൾ എന്ന് പറഞ്ഞാൽ അതിൽ നായർ സമുദായത്തിൽപ്പെട്ട ആളുകളല്ലാത്തുള്ള ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് 3ാം പേരുകാരനായിട്ടുണ്ടായിരുന്ന ഡോക്ടർ പൽപ്പു മാത്രമാണ്. അതിലൊരു വാചകം ചേർത്തിരുന്നു, 5 രൂപ ശമ്പളം പറ്റുന്ന ഒരു ഈഴവൻ പോലും തിരുവിതാംകൂറിലില്ല. ഈ അവസ്ഥയ്ക്ക്, ഈ വ്യവസ്ഥിതിക്ക് മാറ്റം വരുത്തണം എന്നൊരു വാചകം. അതിന് മുൻപത്തെ വാചകം, ഈ നാട് ഭരിക്കുവാനുള്ള അധികാരം ഞങ്ങൾക്കും കിട്ടണം, നായർ സമുദായത്തിലെ അംഗങ്ങൾക്കും കിട്ടണം. വിദേശീയരായ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുമൊക്കെ വരുന്ന അയ്യങ്കാരുമാരും സ്വാമിമാരുമൊക്കെയാണ് ദിവാൻജി പദത്തിൽ, പേഷ്കാർ പദത്തിലൊക്കെ വിരാജിച്ചിരുന്നത്. അതുപോരാ, ആ അധികാരം ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി തിരുവിതാംകൂറിലെ ഉൽപ്പതിഷ്ണുക്കളായ നായർ സഹോദരന്മാർ ബാരിസ്റ്റർ GP പിള്ളയെപ്പോലെ, C കൃഷ്ണപിള്ളയെപ്പോലെ ഒക്കെ ഉള്ള ആളുകൾ നേതൃത്വം കൊടുത്ത് അതിൽ പൽപ്പുവും ഒപ്പുകാരനായിരുന്നു. പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മറുപടിയിൽ പറഞ്ഞു, കൊട്ടാരത്തിൽ നിന്ന് ദിവാൻ കൊടുത്ത മറുപടിയിൽ പറഞ്ഞു, രാഘവയ്യ എന്ന് പറയുന്ന ദിവാൻ കൊടുത്ത മറുപടിയിൽ പറഞ്ഞു, ഹർജിയിൽ ആകർഷിച്ച് ചേർത്തിരിക്കുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കയറുവിരിപ്പ്, തെങ്ങുചെത്ത്, കൃഷി കാര്യങ്ങളൊക്കെ കൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഈ പെരുപ്പിച്ച് പറയുന്നതിലൊന്നും കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞത് പരിഹരിച്ചു. പിന്നീട് ഡോക്ടർ പൽപ്പു ഒരു കാര്യം ചെയ്തു, ഒരു ഈഴവ മെമ്മോറിയൽ കൊടുത്തു. 13,000-ലധികം ഈഴവരെ കൊണ്ട് ഒപ്പിടിച്ച്. അന്ന് നമ്മുടെ പല ആളുകൾക്കും ഒപ്പിടാൻ ഭയമായിരുന്നു. പൊന്നുതമ്പുരാനെതിരെ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞു വളരെ കഷ്ടപ്പെട്ടാണ് അത്രയും പേരെ കൊണ്ട് ഒപ്പിടിച്ച് ഒരു നിവേദനം കൊടുത്തു. ഫലമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം മദ്രാസ് മെയിലിൻ്റെ എഡിറ്ററായിരുന്നെന്ന് ബാരിസ്റ്റർ GP പിള്ള. ആ അദ്ദേഹവുമായുള്ള വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ പല വാർത്തകൾ കൊടുത്തു, എഡിറ്റോറിയലുകൾ എഴുതിച്ചു. കാര്യമായ ഫലമൊന്നും ഉണ്ടായില്ല. അവസാനം അദ്ദേഹം തീരുമാനിച്ചു ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ചോദ്യം ചോദിപ്പിക്കാൻ. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കൊള്ളാവുന്ന ഒരു MLA ഉണ്ടെങ്കിൽ ആ നാടിൻ്റെ പ്രശ്നം നിയമസഭയിൽ അവതരിപ്പിക്കാൻ, അത് ഭരണകക്ഷിയായാലും പ്രതിപക്ഷ കക്ഷിയായാലും കാഴ്ചപ്പാടുള്ള ഒരു MLA ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ പാർലമെൻറ്റിൽ ഒരു കാര്യം സാധിക്കണമെങ്കിൽ നമ്മുടെ ബഹുമാനനായ പ്രേമേന്ദ്രനെ പോലൊരു MP ഉണ്ടെങ്കിൽ
ഏത് വിഷയം അവിടെ ശ്രദ്ധ ക്ഷണിക്കലായി അവതരിപ്പിക്കാൻ കഴിയും. ആ രീതിയിലുള്ള ആളുകളെ കണ്ടെത്തി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ചോദ്യം ചോദിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ പൽപു ബാരിസ്റ്റർ GP പിള്ളയെ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. അന്നത്തെ കാലത്ത് 2000 രൂപ ബാരിസ്റ്റർ GP പിള്ളയ്ക്ക് യാത്ര ചെലവിന് കൊടുത്തു. അതുകൊണ്ട് കഥ തീരുന്നില്ല. സ്വാമി വിവേകാനന്ദനിൽ നിന്ന് സിസ്റ്റർ നിവേദിതയ്ക്ക്, വിവേകാനന്ദൻ്റെ ശിഷ്യയാണ് ഇംഗ്ലണ്ടുകാരി, ആ നിവേദിതയ്ക്ക് ഒരു കത്ത് വിവേകാനന്ദൻ എഴുതി. ഈ കത്തുമായി വരുന്ന ബാരിസ്റ്റർ GP പിള്ളയ്ക്ക് പാർലമെൻറ്റ് അംഗങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണം, അവിടെ ഒരു ചോദ്യം ചോദിക്കുവാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ ആ കത്തും കൂടെ വാങ്ങിച്ച് വിവേകാനന്ദനിൽ നിന്നൊരു കത്ത് കൂടി വാങ്ങിയാണ് യാത്ര ചെലവിനുള്ള 2000 രൂപയും കൊടുത്താണ് ബാരിസ്റ്റർ GP പിള്ളയെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നത്. ബാരിസ്റ്റർ GP പിള്ള പാർലമെൻറ്റിൽ ചോദ്യം ചോദിച്ചു. അത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പത്രമാധ്യമങ്ങളിലൂടെ, ഇന്നത്തെ പോലെ ചാനലുകളൊന്നും ഉള്ള കാലമല്ല, ഇംഗ്ലീഷ് പത്രങ്ങളാണ് കൂടുതലും, എല്ലാ പത്രങ്ങളിലും വാർത്ത വന്നതോടുകൂടി തിരുവിതാംകൂറിലെ ഭരണാധികാരികളുടെ കണ്ണു തുറന്നു. അങ്ങിങ്ങെങ്കിലും നമുക്ക് ചില ഉദ്യോഗങ്ങൾ കൊടുത്തു തുടങ്ങി. വനം വകുപ്പിൽ ആദ്യം ജോലി കൊടുത്തത് ഫോറസ്റ്റിലാണ്, കാരണം അവിടെ ആകുമ്പോൾ പിന്നെ ഈ ചുവന്മാർക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണല്ലോ. ചില സ്കൂളുകളിൽ പ്രവേശനം കൊടുത്തു. അതേ തുടർന്ന് വലിയ കലാപമുണ്ടായി. കൊല്ലം ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ മയ്യനാട്, ഇരവിപുരം, പരവൂർ, കരുനാഗപ്പള്ളി സ്ഥലങ്ങളിൽ വലിയ നായറീഴവ ലഹള നടന്നു. സ്കൂളുകളിൽ സവർണക്കുട്ടികൾ വരാതെയായി. വലിയ പ്രശ്നം അതിസങ്കീർണമാകുന്നൊരു കാലത്തിലേക്ക് കാര്യങ്ങളെത്തി. ഇവിടെ പറയുമ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞ മനോരമയുടെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ ഒരു പത്രമുണ്ടായിരുന്നു, പരവൂർ കേശവനാശാൻ എന്ന മഹാപണ്ഡിതനായ അതിസമ്പന്നനായിരുന്ന പരവൂർ കേശവനാശാൻ മനോരമ കമ്പനി പോലെ ഒരു സുജനാനന്ദിനി പത്രം തുടങ്ങുന്നതിന് വേണ്ടി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ഇംഗ്ലണ്ടിൽ നിന്ന് പ്രസ് വരുത്തി തുടങ്ങിയ പത്രമായിരുന്നു സുജനാനന്ദിനി. ശ്രീനാരായണ ഗുരുവിൻ്റെ കവിതകൾ, കുമാരനാശാൻ്റെ കവിതകളൊക്കെ ആദ്യമായി അച്ചടിമഷ പുരണ്ട് അച്ചടിച്ചിറങ്ങിയത് ഈ സുജനാനന്ദിനിയുടെ താളുകളിലൂടെയായിരുന്നു. ആ പ്രസ്സും പത്രവും ഈ കലാപകാരികൾ തീ വച്ചു നശിപ്പിച്ചു. അതാണ് കുമാരനാശാൻ എഴുതിയിരിക്കുന്ന പത്രം ചുട്ടുകരിക്കലും നിങ്ങളതിനെ തൻ്റെ ഇടത്തോടുകൂടി എതിർത്തുവിൻ, മരിപ്പോളം തടുക്കുവിൻ. കുമാരനാശാൻ ഉപയോഗിച്ച വാക്കതാണ് ഈ പത്രം കത്തിച്ചതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടായിരുന്ന ഒരു തിരുവിതാംകൂറിൽ നിന്നാണ് ഡോക്ടർ പൽപു മൈസൂർ സർവീസിൽ ഡോക്ടറാകുന്നത്. തനിക്ക് നേരിട്ട ദുര്യോഗങ്ങൾ ഇനി ഒരിക്കൽ തൻ്റെ സഹോദരങ്ങൾക്കുണ്ടാകരുതേ എന്ന ആ ഒരു വാശിയിൽ അദ്ദേഹം ഇറങ്ങിപ്പുറപ്പെട്ടു. പല പ്രവർത്തനങ്ങളും നടത്തി. നമ്മുടെ ഈ വർക്കലയിൽ തന്നെ അദ്ദേഹം ഒരു സമ്മേളനം വിളിച്ചു. ഈഴവ മഹാസഭ, ചിറയൻകീഴിലൊരു യോഗം ചേർന്നു, പരവൂരിൽ യോഗം ചേർന്നു. പക്ഷേ അത് വിജയിക്കുന്നില്ല, വേണ്ട പോലെ വിജയിക്കുന്നില്ല. അവിടെയാണ് സ്വാമി വിവേകാനന്ദനും ഡോക്ടർ പൽപുവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. മൈസൂരിലെ ദിവാനായിരുന്ന ശേഷാദ്രി അയ്യരുടെ ആത്മസുഹൃത്തായിരുന്നു വിവേകാനന്ദൻ. അവിടെ വരുമ്പോൾ, ഈ ദിവാൻ്റെ വീട്ടിൽ വരുമ്പോൾ സ്വാഭാവികമായും കൊട്ടാരത്തിലെ ഡോക്ടർ കൂടിയായിരുന്ന പൽപുവിന് ഈ ആളുകളുമായിട്ടൊക്കെ ഒരു വ്യക്തിബന്ധം ഉണ്ടാക്കുന്നതിന് സാധിച്ചു. അങ്ങനെ പൽപു വിവേകാനന്ദനുമായി നടത്തിയ ആശയ സംവിധാനത്തിൻ്റെയൊക്കെ ഫലത്തിൽ ഒരാത്മീയതയുടെ തലത്തിൽ കൊള്ളാവുന്ന ഒരു സന്യാസിയെ കണ്ടെത്തി നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ് അങ്ങനെ അരുവിപ്പുറത്തെത്തി ഗുരുദേവനെ കണ്ടുമുട്ടുന്നു. ആ ബന്ധം കൂടുതൽ കൂടുതൽ ശക്തമാകുന്നു. അവിടെയും ഒരു ചെറിയ ചരിത്ര സത്യം കൂടി നിങ്ങളോട് പറയാം. തലസ്ഥാന നഗരിയിലെ ആളുകൾ ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് 2 വീടുകൾ മാത്രമാണ് ഗുരുദേവനെ അംഗീകരിച്ചിരുന്നത്. ബാക്കി ആളുകളൊന്നും ഗുരുദേവനെ അംഗീകരിക്കുമായിരുന്നില്ല. ഒന്ന് പേട്ടയിലെ തച്ചക്കുടി വീട്. അവിടെ പൽപുവിൻ്റെ അമ്മ ഒരു മകനോടുള്ള വാത്സല്യവും സ്നേഹവും കൊടുത്ത് ഗുരുവിന് ഭക്ഷണവും പലപ്പോഴും ഉടുക്കാനുള്ള വസ്ത്രം മുണ്ട് സഹിതം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു അവിടുത്തെ അമ്മ. മറ്റൊരു വീട് മണക്കാട്, കുറച്ചുകൂടി തെക്കോട്ട് മാറിയിട്ടുള്ള ചാക്കയ്ക്ക് തെക്ക് വശത്തുള്ള മണക്കാട് പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യരുടെ വീട്. ഈ പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ ഗുരുവിൻ്റെ സതീർത്ഥ്യനായിരുന്നു. വാരണപ്പള്ളിയിലെ പഠനകാലത്ത് ഈ പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യരും വെളുത്തേരി കേശവൻ വൈദ്യരുമൊക്കെ ഒന്നിച്ച് ഈ കായംകുളത്തെ കുമ്മമ്പള്ളി രാമപിള്ളയാശാൻ്റെ കളരിയിൽ ഒന്നിച്ച് പഠിച്ചവരാണ്. ഈ പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യരുടെ സഹോദരിയാണ് ഡോക്ടർ പൽപുവിൻ്റെ ഭാര്യ ഭഗവതിയമ്മ. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ബന്ധങ്ങളുണ്ട്. ആ 2 വീടുകൾ മാത്രമേ അന്ന് ഗുരുവിനെ അംഗീകരിച്ചു. അന്നും ഡോക്ടർ പൽപു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും വലിയ അടുപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ മൈസൂർ സർവീസിൽ ഡോക്ടർ ആയതിനു ശേഷം അരുവിപ്പുറത്തെത്തി ഗുരുവിനെ കണ്ടു, ആശയ സംവിധാനം കൈമാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വക്കം വേലായുധം നടയിൽ പൂജയും അല്പസ്വല്പം കവിതയെഴുത്തുമായി നടന്ന കുമാരുവിനെ
ശ്രീനാരായണ ഗുരു കണ്ടെത്തുന്നു. ചില ആളുകൾക്ക്, ചില സന്യാസിവരന്മാർക്ക് മാത്രമല്ല പലർക്കും, ഒരു വ്യക്തിയെ കണ്ടാൽ, ഒരു ചെറുപ്പക്കാരനെ കണ്ടാൽ അവൻ എത്രമാത്രം ഭാവിയുണ്ട്, അവൻ്റെ കാഴ്ചപ്പാടെന്താണ്, അവൻ്റെ ബുദ്ധി എന്താണ്, അവൻ്റെ പ്രതിഭ എന്താണ് എന്നൊക്കെ ഒരു 2-3 വാചകങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആ രീതിയിൽ ശ്രീനാരായണ ഗുരു കുമാരനെ മനസ്സിലാക്കി, വിലയിരുത്തി. കുമാരൻ്റെ അച്ഛനോട്, പെരുങ്കുടിയോട് പറഞ്ഞു, എനിക്ക് ഈ കുമാരനെ വിട്ടു തന്നുകൂടെ? ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം സമ്മതിച്ചു. പക്ഷേ തൻ്റെ ഏകാന്തമായ അസ്വസ്ഥതകളിൽപ്പെട്ട് അലഞ്ഞു തിരിയാൻ കുമാരൻ നിർബന്ധിതനാകുന്നു. അദ്ദേഹം വീട് വിട്ടുപോയി. ഇങ്ങനെ കറക്കിത്തിരിഞ്ഞ് കുറ്റാലവും തമിഴ്നാടും ഒക്കെ തിരുനെൽവേലിയും ഒക്കെ കറങ്ങി അദ്ദേഹം അരുവിപ്പുറത്ത് ചെന്നു. കുമാരൻ വന്നുമില്ലേ? ആദ്യം ഗുരുദേവൻ പറയുന്നത് കുമാരന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കുന്നാണ്. അത് കഴിഞ്ഞ് പുഴയിൽ പോയി കുളിച്ചു വരാൻ പറയുന്നു. പിന്നെ അവിടുത്തെ അന്തേവാസിയായി നിർത്തുന്നു, ചിന്നസ്വാമിയായി മാറുന്നു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് 1 കൊല്ലം അടുപ്പിച്ചാകാറായപ്പോഴേക്കും ഒരു ദിവസം സംഭാഷണത്തിനിടയിൽ ഡോക്ടർ പൽപ്പു പറഞ്ഞു, നമ്മുടെ സമുദായത്തിൽ സമർത്ഥരായ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏത് ക്ലാസ് വരെയും അവരെ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, അതിൻ്റെ മുഴുവൻ ചെലവും ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞ ഒരു ഓർമ്മ ഗുരുദേവനുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ട്രെയിൻ കയറി കുമാരുവിനെ കൊണ്ടുപോയി ബാംഗ്ലൂരിൽ കൊണ്ട് ഡോക്ടർ പൽപ്പുവിനെ ഏൽപ്പിച്ച് ഗുരുദേവൻ തിരികെ പോന്നു. അവിടെ സംസ്കൃത പാഠശാലയിൽ പഠിച്ചു. അതിനിടയ്ക്ക് ഡോക്ടർ പൽപ്പുവിന് വിദേശ പര്യടനത്തിന്, ഇന്നത്തെ FRCSും MDയും ഉൾപ്പെടെയുള്ള ബിരുദം ഇംഗ്ലണ്ടിൽ പോയി ഡോക്ടർ പൽപ്പു നേടി തിരിച്ചു വന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ പോയ സമയത്ത് കുമാരുവിന് ഓരോ മാസവും ചെലവിനുള്ള പണം പൽപ്പുവിൻ്റെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ പ്ലേഗ് എന്ന മഹാമാരി പടർന്നു പിടിച്ചിട്ട് കുമാരനാശാൻ അവിടെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പഠനം കുറച്ചുകൂടി കഴിയുമ്പോൾ ഡോക്ടർ പൽപ്പു ഇടപെട്ട് കൽക്കട്ടയിലേക്ക് മാറി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ചില സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ അന്നത്തെ കൽക്കട്ട, ഇന്ത്യയിൽ ആദ്യമായി ഒരു കോളേജ് ആരംഭിക്കുന്നത് കൽക്കട്ടയിലാണ്. ബ്രിട്ടീഷുകാർ, അന്ന് ഇന്നും ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിലായിരുന്നു. പിന്നീടാണ് ഡൽഹിയിലേക്ക് ബ്രിട്ടീഷുകാർ തലസ്ഥാനം മാറ്റുന്നത്. ആ കൽക്കട്ടയിൽ നവോത്ഥാനത്തിൻ്റെ നാന്ദി കുറിക്കുന്ന ഒരുപാട് ഏർപ്പാടുകൾ അവിടെ ഉണ്ടായി. രാജാ റാംമോഹൻ റോയിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ബ്രഹ്മസമാജം, ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആര്യസമാജം, രവീന്ദ്രനാഥ ടാഗോർ എന്ന വിശ്വപ്രതിഭയുടെ സാഹിത്യ സപര്യകൾ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയെപ്പോലെയുള്ള എഴുത്തുകാരുടെ സാന്നിധ്യം, മൈക്കിൾ മധുസൂദനത്തിനെ പോലെയുള്ള സാഹിത്യകാരന്മാരുടെ സാഹിത്യം, ഇംഗ്ലീഷ് സാഹിത്യവുമായി അടുത്ത ബന്ധമുണ്ടാക്കുവാൻ, ഇടപഴകുവാൻ ഈ കാലഘട്ടം കൊണ്ട് കുമാരനാശാന് സാധിച്ചു. ഷേക്സ്പിയറുടെ നാടകങ്ങളുടെ മഹത്വം എന്താണ്, മാറ്റെന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നു. ഷെല്ലിയുടെയും കീറ്റ്സിൻ്റെയും വേഡ്സ്വർത്തിൻ്റെയും കവിതകളുടെ സൗന്ദര്യം, ഒരു സ്വതന്ത്ര ചിന്തയുടെ തലം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കുമാരനാശാന് അവസരമുണ്ടാകുന്നു. അങ്ങനെ കൽക്കട്ടയിലെ താമസത്തോടുകൂടി ഇന്ത്യയിലെ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സംസ്കൃത പണ്ഡിതനായിരുന്ന, ആ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്ന കാമാഖ്യനാഥ തർക്കവാഗീശ്വരൻ്റെ ശിഷ്യനായി, എരുമ ശിഷ്യനായി മാറുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ വിധി നിയോഗമെന്നോ നമ്മുടെ നാടിൻ്റെ നന്മയോ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയോ എന്തോ കൊണ്ട് അവിടെയും ഈ പരീക്ഷ സമയത്ത്, അന്നൊക്കെ നാട്ടിലൊക്കെ ഈ പ്ലേഗ്, വസൂരി ഇതുപോലുള്ള രോഗം പിടിപെട്ട് നൂറുകണക്കിനുള്ള 1000കണക്കിന് മനുഷ്യർ മരിക്കുന്ന ഒരു കാലമായിരുന്നു. ആശാൻ അവിടുന്ന് രക്ഷപ്പെട്ട് തിരിച്ചു പോന്നു, പരീക്ഷ എഴുതിയില്ല. അന്നവിടെ പരീക്ഷ എഴുതിയിരുന്നുവെങ്കിൽ ഈ താൻ പഠിച്ച ആ വിദ്യാലയത്തിൽ ഒരു അധ്യാപകനായി അദ്ദേഹം അവിടുത്തുകാരനായി മാറിപ്പോകുമായിരുന്നു. പക്ഷേ അദ്ദേഹം തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്നു. ഞാൻ മുമ്പ് പറഞ്ഞ അരുവിപ്പുറത്തെ പ്ലാവിൻ്റെ ചുവട്ടിൽ കൂടിയ യോഗത്തിൽ വെച്ച് SNDP യോഗം, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമെന്ന ആ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ആജീവനാന്ത പ്രസിഡൻ്റായി ശ്രീനാരായണ ഗുരുവും വൈസ് പ്രസിഡൻ്റായി ഡോക്ടർ പൽപ്പുവും ജനറൽ സെക്രട്ടറിയായി കുമാരനാശാനും തിരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീടുള്ള നമ്മുടെ പ്രവർത്തന ശൈലി, നിവേദനങ്ങളുടെ രീതികൾക്ക് മാറ്റം വരുന്നു. പൊന്നുതമ്പുരാനെ എന്ന് വിളിച്ചു കൊടുത്തിരുന്ന സ്ഥലത്ത് കുറച്ചുകൂടി അവകാശബോധങ്ങളെക്കുറിച്ച് അറിവും ബോധവുമുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ മാറിത്തുടങ്ങി. പടിപടിയായി ആ മാറ്റം കേശവനിലെത്തുമ്പോൾ ഇതെൻ്റെ ജന്മാവകാശമാണ് എന്ന് പറയുന്ന നിവർത്തന പ്രക്ഷോഭണത്തിലേക്ക് എത്തി. രാജാധികാരത്തെ ചോദ്യം ചെയ്യുന്ന പ്രസംഗം നടത്തി. കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ അദ്ദേഹം ജയിലിൽ കിടന്നു, പൂജപ്പുര ജയിലിൽ കിടന്നു. ചരിത്രത്തിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഇവിടെ ഉണ്ടാകുന്നത് ഈ നിവർത്തന പ്രക്ഷോഭണത്തിൻ്റെ ഫലമായിട്ടാണ്. 1936
പിന്നോക്ക സമുദായങ്ങൾക്ക് ഉദ്യോഗ നിയമനങ്ങളിൽ പ്രത്യേക പരിഗണന കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ടായി. 100 അധ്യാപകനെ നിയമിച്ചാൽ അതിൽ 14 പേര് ഈഴവനായിരിക്കണം. അങ്ങനെ ഓരോ സമുദായത്തിനും പ്രാതിനിധ്യം കിട്ടുന്ന രീതിയിലുള്ളൊരു സംവിധാനമുണ്ടാക്കി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടാകുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ക്ഷേത്രപ്രവേശനത്തിൻ്റെ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുന്നു. ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് കടന്നു പോവുകയാണ്. ആ രീതിയിലുള്ള പ്രവർത്തന ശൈലിയുടെ ഫലം SNDP യോഗത്തിൻ്റെ സംഘടിതമായ ശക്തി കൊണ്ട് ഒരു ഉണർവ്, ജാഗരണത്തിൻ്റെ ഒരു തലം, തെറ്റും ശരിയും തിരിച്ചറിയുവാനുള്ള ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയുടെ ഒരു തലം നമുക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ അന്ധവിശ്വാസത്തിൽ ആണ്ടുകിടന്ന ഒരു സമൂഹത്തിന് ആശയും ആവേശവും ആത്മവിശ്വാസവും പകർന്നു കൊടുത്തുകൊണ്ട് തങ്ങളും മനുഷ്യരാണ്, നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നമുക്ക് കിട്ടണം എന്നുള്ള ഒരു ബോധത്തിൻ്റെ തലത്തിലേക്ക് എത്തിക്കുവാൻ, ബോധവൽക്കരണത്തിൻ്റെ ഒരു തലത്തിലേക്ക് എത്തിക്കുവാൻ ഈ സംഘടിത ശ്രമങ്ങൾ കൊണ്ട്, പിന്നീട് വന്ന വർഷങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അതിലെ ഒരു വലിയ സംഘം നേതൃനിര, ഒരുപാട് ആളുകളെക്കുറിച്ച്, ടി കെ മാധവനെക്കുറിച്ച്, വൈക്കം സത്യാഗ്രഹം, സി കേശവനെക്കുറിച്ച്, സഹോദരനയ്യപ്പനെക്കുറിച്ച് ഒക്കെ പറയേണ്ടതുണ്ട്. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അടുത്ത കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴാണ് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയിൽ എത്ര കണ്ട് ആത്മീയമായ ശക്തി ഉണ്ടായാലും, എത്ര കണ്ട് വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടായാലും, എത്ര കണ്ട് സംഘടിത ശക്തി അവരാർജിച്ചെടുത്താലും ബലിഷ്ഠമായ ഒരു സാമ്പത്തിക അടിത്തറയില്ല എങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ശരിയല്ല എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വ്യവസായങ്ങളിലേക്ക് തിരിയണം, വ്യവസായവൽക്കരണത്തിലേക്ക് നിങ്ങൾ തിരിയണം. ഒന്നിൽ കൂടുതൽ ആളുകൾ ഒന്നിച്ചു ചേർന്നുള്ള വ്യവസായ സംരംഭങ്ങൾ, വലിയ സംരംഭങ്ങൾ ആരംഭിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് ആ അരുവിപ്പുറത്ത് തന്നെ താൻ ആരംഭിച്ച ശിവക്ഷേത്രത്തിന് സമീപത്തായി, താൻ ആരംഭിച്ച വിദ്യാലയത്തിൻ്റെ സമീപത്തായി, ഏത് വൃക്ഷത്തിൻ്റെ ഛായയിലിരുന്നാണോ SNDP യോഗം എന്ന പ്രസ്ഥാനം രൂപീകരിച്ച് അതിൻ്റെ അടുത്തായി ഒരു നെയ്ത്ത് ശാല ഗുരുദേവൻ ആരംഭിച്ചു. അവിടുത്തെ ആ പ്രദേശങ്ങളിലുണ്ടായിരുന്ന ആളുകൾ അന്നത്തെ കാലത്ത് ഈഴവ സമുദായത്തിൻ്റെ ഏതാണ്ട് ഒരു കുലത്തൊഴിൽ പോലെയായിരുന്നു നെയ്ത്ത്. ബാലരാമപുരം കൈത്തറി നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ ഒരു മഹാരാജാവ്, അങ്ങനെയൊക്കെയുള്ള രാജാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. ഒരു രാമവർമ്മ മഹാരാജാവ് തമിഴ്നാട്ടിൽ പോയി നെയ്ത്തുകാരെ കൊണ്ടുവന്നു, ആളെ അയച്ച് വരുത്തി, അവർക്ക് കരമൊഴിവായി സ്ഥലം കൊടുത്തു, അവർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങൾ കൊടുത്തു, തറിയിട്ട് നെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തു. ആ നെയ്തുണ്ടാക്കുന്ന സാധനങ്ങൾ വിലയ്ക്ക് വാങ്ങി വിൽക്കുന്നതിന് വേണ്ട ഏർപ്പാട് ചെയ്തു കൊടുത്തു. കൊച്ചി രാജാവ്, ഇന്ന് നമ്മൾ സ്വർണം വാങ്ങണമെങ്കിൽ ഭീമഭട്ടരുടെ കടയിൽ പോയല്ലേ നിങ്ങളൊക്കെ സ്വർണം മേടിക്കുന്നത്, ഇല്ലേ? ഈ ഭീമഭട്ടരൊക്കെ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നറിയാമോ? കൊച്ചി മഹാരാജാവിന് മംഗലാപുരത്തുണ്ടായിരുന്ന ഗൗഡസാരസ ബ്രാഹ്മണർ വ്യവസായം ചെയ്യുന്ന കാര്യത്തിൽ അതിസമർത്ഥരാണെന്നറിയാമായിരുന്നു. അവിടെ നിന്ന് കുറേ ആളുകളെ കൊണ്ടുവന്നു. ഈ തിരുപ്പതി ദേവനെ പൂജിക്കുന്ന ആളുകളാണിവർ. ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ തിരുപ്പതി ദേവൻ്റെ ഒരു വിഗ്രഹം തന്നെ നമ്മുടെ ചേർത്തല തുറവൂരിൽ, നമ്മൾ നാഷണൽ ഹൈവേ പോകുമ്പോൾ കാണുന്ന ആ തുറവൂരുള്ള ക്ഷേത്രം കൊച്ചി രാജാവ് പണിത് കൊടുത്തതാണ്. അവർക്ക് കരമൊഴിവായി സ്ഥലം അനുവദിച്ചു കൊടുത്തു. ഈ ഭീമഭട്ടർക്ക് പൈ ആൻഡ് കമ്പനി, എറണാകുളത്തുള്ള നമ്മുടെ ഭാരത് ടൂറിസ്റ്റ് ഹോം നടത്തുന്ന ആളുകൾ, ഇവരൊക്കെ അങ്ങനെ കൊച്ചി രാജാവ് കൂട്ടിക്കൊണ്ടുവന്ന് വ്യവസായം പ്രോത്സാഹിപ്പിച്ചതിൻ്റെ പിന്മുറക്കാരാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ മഹാരാജാക്കന്മാരുടെ കാഴ്ചപ്പാട്. ജനക്ഷേമതൽപരരായിരുന്ന ഭരണാധികാരികൾ ഉണ്ടായിരുന്ന കാലത്ത് അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഈ ബാലരാമപുരം കൈത്തറി, ബാലരാമപുരത്താണെങ്കിൽ നമ്മുടെ ചിറയും കീഴിൽ, കൊല്ലത്ത് ഒക്കെ നെയ്ത്ത്, നമ്മുടെ സി കേശവൻ മനോഹരമായി തുണി നെയ്ത്ത് വശമുണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ജീവിത സമരം നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ആ പുസ്തകം എടുത്ത് വായിക്കണം. മലയാളത്തിലെ അതിമനോഹരമായ ഒരു 3-4 ആത്മകഥകളിൽ ഒന്നാണ് സി കേശവൻ്റെ ആത്മകഥ ജീവിത സമരം. ആ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ മനുഷ്യജീവിതം എന്തായിരുന്നു, ഇവിടുത്തെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു മേഖലയാണത്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ അങ്ങനെ ഈ പിന്നീടൊരു വ്യാവസായിക സംരംഭം, ആ ഒരു ബലിഷ്ഠമായ സമ്പത്തുണ്ടാകണമെങ്കിൽ വ്യവസായങ്ങളിലൂടെ കഴിയൂ എന്ന് ഗുരുവിനറിയാമായിരുന്നു. അങ്ങനെ ഈ 4 ആണിക്കല്ലുകളിലൂടെയാണ് ഇന്ന് കാണുന്ന ആധുനിക കേരളം രൂപപ്പെട്ടു വരുന്നത്. അതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട്. ഈ 1903 SNDP യോഗം രൂപീകരിച്ചതെങ്കിൽ 1905 ആയപ്പോഴേക്കും അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കോവളത്തിന് കിഴക്കുവശമുള്ള വെങ്ങാനൂരിലെ പുലയ സഹോദരന്മാർ
സംഘടിച്ചു. സാധുജന പരിപാലന സംഘം എന്നാണ് ആ പ്രസ്ഥാനത്തിൻ്റെ പേര്. അവരുടേതായ ആചാരപരിഷ്കരണങ്ങൾ, അവരുടേതായ ജീവിതക്രമങ്ങൾ, കാലത്തിനനുസരിച്ച മാറ്റം അവരുടെ സമൂഹക്രമത്തിൽ ഉണ്ടാക്കുന്നതിനൊക്കെ ആ പങ്കുവഹിച്ചു. കുറച്ചുകൂടി വടക്കോട്ട് വന്നപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി, വക്കം മൗലവിയുടെ നേതൃത്വത്തിൽ ജമായത്തുൽ ഇർഷാദ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു. മുസ്ലിം സമുദായത്തിൽ ഈ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്തുക ഒക്കെ. കുറച്ചുകൂടി പിന്നെയും വടക്കോട്ട് വന്നപ്പോൾ നമ്മുടെ എറണാകുളത്ത് പുലയ സഹോദരന്മാർ കൃഷ്ണാദി ആശാൻ്റെ നേതൃത്വത്തിൽ സംഘടിച്ചു. അവിടെ ഇന്നത്തെ പുലയ മഹാസഭയുടെ പൂർവ്വരൂപം മൈതാനങ്ങളിലോ പൊതുവേദികളിലോ അവർക്ക് യോഗം ചേരാൻ അനുമതി കിട്ടാതെ വന്നപ്പോൾ വെണ്ടുരുത്തിക്കായലിൽ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി അവിടെയാണ് അവർ സമ്മേളിച്ചത്. KP കുറുപ്പൻ്റെ നേതൃത്വത്തിൽ ബാലസമുദായത്തിൽപ്പെട്ട ആളുകൾ സംഘടിച്ചു. വൈക്കത്തും എറണാകുളത്തുമൊക്കെ ഉണ്ടായിരുന്ന ബാലസമുദായത്തിൽപ്പെട്ട ആളുകൾ ബാലസമുദായ പോഷിണി സഭ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചു. അങ്ങനെ ഇന്ത്യയിലെ ഈ പിന്നോക്ക ജനവിഭാഗങ്ങൾ, കേരളത്തിലെ തിരുവിതാംകൂറിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾ തങ്ങളുടേതായ സംഘടിത ശക്തിയിലൂടെ, തങ്ങളുടേതായ ആരാധനാക്രമങ്ങളിലൂടെ, തങ്ങളുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ, തങ്ങളുടേതായ സാംസ്കാരിക ധാരകളിലൂടെ മുന്നേറിയപ്പോൾ ഇവിടുത്തെ സവർണ വിഭാഗങ്ങൾ, അവിടെയാണ് ഇനി ശ്രദ്ധിച്ച് നിങ്ങൾ അറിയേണ്ടത്. 1907 ആയപ്പോൾ ഇവിടുത്തെ സമ്പത്തിൻ്റെയും ഭൂമിയുടെയും ക്ഷേത്രാധികാരത്തിൻ്റെയും മുഴുവൻ കുത്തകാവകാശികളായിരുന്ന ബ്രാഹ്മണ സമുദായം ജാതീയമായി സംഘടിച്ചു. യോഗക്ഷേമ സഭ 1907 നമ്മൾ ആദരിക്കുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ആ യോഗക്ഷേമ സഭയുടെ ഉണ്ണി നമ്പൂതിരി പ്രസ്ഥാനത്തിലൂടെയാണ് മുന്നോട്ട് വന്നത്, പൊതുരംഗത്തേക്ക് വന്നത്. കുറച്ചുകൂടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മന്നത്ത് പത്മനാഭൻ്റെയും ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെയും മന്നത്ത് കൃഷ്ണൻ നായരുടെയും ഒക്കെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റി രൂപീകരിക്കുന്നു. മന്നത്തിൻ്റെ ആത്മകഥയിൽ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രസ്ഥാനം രൂപീകരിക്കാൻ എനിക്ക് പ്രചോദനം, എനിക്ക് മാതൃക ശ്രീനാരായണ ഗുരുവും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ചാണ് ഞാൻ ഈ പ്രസ്ഥാനം രൂപീകരിച്ചതെന്ന് മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക ധാര, ഇവിടുത്തെ മനുഷ്യ ജീവിതം സമാന്തരമായ രണ്ട് കൈവഴികളിലൂടെ മുന്നേറുകയാണ്. 1888 മുതൽ ഒരു ഭാഗത്ത് ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങൾ തങ്ങളുടേതായ സാംസ്കാരിക ധാരകളിലൂടെ മുന്നേറിയപ്പോൾ മറുവഴിക്ക് ഇവിടുത്തെ മുന്നോക്ക ജനവിഭാഗങ്ങൾ, ഈ രണ്ട് ജനവിഭാഗങ്ങളുടെയും ഈ ഒരു മുന്നേറ്റമാണ് ഇന്നു കാണുന്ന നവോത്ഥാനം. കേരളം ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്നുവെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം ശ്രീനാരായണ ഗുരുവും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ ചരിത്രകാരന്മാർ എഴുതില്ല. ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അതിലൊന്നും സത്യസന്ധമായ ഒരു ചരിത്രമില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു സംഭവമുണ്ടായി. കഴിഞ്ഞ കൊല്ലം നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ നടന്നു. അപ്പോൾ ഒരു സർക്കാരിൻ്റെ ഒരു പുസ്തകം, ഒരു കൈപ്പുസ്തകം ഇറങ്ങി വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച്. പക്ഷേ അതിൽ TK മാധവനില്ല. നിങ്ങളറിയുക, വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയ കൈപ്പുസ്തകത്തിൽ TK മാധവൻ എന്നൊരു പരാമർശം പോലുമില്ല. മഹാത്മാഗാന്ധിയെ പോയി കണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, മഹാത്മാഗാന്ധിയെ തിരുനെൽവേലി പോയി കണ്ട് ഇതിന് അനുമതി മേടിച്ച് പിന്നെ കോകനദിയിൽ, ആന്ധ്രാപ്രദേശിലെ കോകനദിയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പോയി അവിടെ പ്രമേയം അവതരിപ്പിച്ച് ഒക്കെ ഈ സംഘടിപ്പിച്ച TK മാധവൻ്റെ പേരതിലില്ല. ഇതാണ് നമ്മുടെ സാഹിത്യകാരന്മാർ ചെയ്തു വയ്ക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ ഡോക്ടർ പൽപുവിനെ തമസ്കരിക്കുന്ന കാര്യത്തിൽ അവിടെയും നിങ്ങളൊരു കാര്യം അറിയുക, ചില സത്യസന്ധമായി എഴുതി വെച്ച ചില മനുഷ്യരുണ്ട്. ഇങ്ങനെ നടന്ന നവോത്ഥാന പ്രവർത്തനങ്ങളുടെ മുഴുവൻ സത്യസന്ധതയോടുകൂടി തുറന്നെഴുതിയ ആളുകളുണ്ട്. C. അച്യുതമേനോൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുതമേനോൻ, വളരെ സത്യസന്ധമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഈ മണ്ണിൻ്റെ മകനാണ്. അച്യുതമേനോൻ്റെ ഒരു വാചകമാണ്. അതുപോലെ തന്നെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, MK കുമാരൻ, PK ഗോപാലകൃഷ്ണൻ, ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്തകനായിരുന്ന, കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം എന്ന് പറയുന്ന അതിമനോഹരമായൊരു പുസ്തകമുണ്ട്, ആധികാരികമായ ഏറ്റവും നല്ല പുസ്തകമാണ്. ഇങ്ങനെയുള്ള കുറേ ആളുകൾ, ഡോക്ടർ TK രവീന്ദ്രൻ, വൈക്കം സത്യാഗ്രഹ ആൻഡ് ഗാന്ധി, സോഷ്യൽ റെവല്യൂഷൻ ഇൻ കേരള, ഇങ്ങനെയുള്ള കുറേ പുസ്തകങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ശ്രീനാരായണ ഗുരു ഇന്ന് കാണുന്ന രീതിയിൽ ഈ നമ്മുടെ സാമൂഹിക ക്രമത്തിൽ, നമ്മുടെ സോഷ്യൽ ലൈഫിൽ, ഇവിടുത്തെ മാധ്യമരംഗത്തൊക്കെ ഈ അംഗീകരിക്കപ്പെടുന്നതിൻ്റെ കാരണം ഇങ്ങനെയും ചില ആളുകൾ
സത്യം തുറന്നെഴുതുന്ന ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പലരും തമസ്കരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനെ അതിജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ഈ കുറേ ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. നമ്മുടെ അടുത്ത ചില പോയിന്റുകൾ വരുമ്പോൾ ഞാൻ അതിലേക്കൊക്കെ വരുന്നുണ്ട്. മറ്റൊന്ന്, ഈ ശ്രീനാരായണ സാഹിത്യം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മൾ ഗുരുവിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ 3 ഭാഷകളിൽ കവിത എഴുതിയിട്ടുള്ള ഒരേ ഒരു മഹാകവി ശ്രീനാരായണ ഗുരുവാണെന്ന് എവിടെ ഏത് വേദിയിൽ നിന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. 3 ഭാഷകളിൽ, സംസ്കൃതത്തിൽ, മലയാളത്തിൽ, തമിഴിൽ. അത് ചെറിയ തോതിലല്ല. തമിഴിലെ വേദാന്തം ഗ്രന്ഥമെന്ന് പറയാവുന്ന തിരുക്കുറൾ, തിരുവള്ളുവരുടെ തിരുക്കുറൾ, ഏതാണ്ട് ഒരു 45 വർഷം മുമ്പ് ഞാനൊരിക്കലും ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് കേരളമതിയിൽ, തിരുക്കുറളിലൂടെ ഒരു തീർത്ഥയാത്ര എന്ന് പറഞ്ഞു. ഈ അടുത്ത ഇന്നും ഒരാൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, സാറേ ആ ലേഖനം ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഒന്ന് ചേർക്കണം. അങ്ങനെയൊന്നും ഇത് വേറെ അതിനുശേഷം ഒരാളും എഴുതിയിട്ടില്ല. അന്ന് ഞാനത് എഴുതിയത് എൻ്റെ ഒരു സുഹൃത്തായിരുന്ന ഒരു തമ്പി, തമിഴ്നാട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഈ തമിഴ് തിരുക്കുറൾ വായിച്ച് എനിക്ക് അർത്ഥം പറഞ്ഞു തന്ന് അത് മനസ്സിലാക്കി. പിന്നെ അല്ലാതെയും തിരുവള്ളുവരെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടാണ് ഞാനത് എഴുതിയത്. അപ്പോൾ ആ തിരുക്കുറളിന് ഗുരുദേവൻ പരിഭാഷ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഭാഗ്യദോഷമെന്ന് പറയട്ടെ, ആദ്യത്തെ 3 പതികങ്ങൾക്ക് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി നഷ്ടപ്പെട്ടു പോയി, എവിടെയാണെന്ന് ആർക്കും അറിയില്ലാത്തൊരവസ്ഥയാണ്. ആ 3 അധ്യായങ്ങളുടെ പരിഭാഷയുണ്ട്. മറ്റൊന്ന് തേവാര പതികങ്ങൾ, തമിഴിൽ തന്നെ ഗുരു എഴുതിയിരിക്കുന്ന ഒരു കവിതയാണത്. മറ്റൊന്ന് ഒഴിവിലൊടുക്കം എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു കൃതിയുണ്ട്, തമിഴിലെ വേദാന്ത ഗ്രന്ഥമാണ്. അതിന് ഗുരുദേവൻ പരിഭാഷ ചമച്ചിരുന്നു. പക്ഷേ നമുക്കതിൻ്റെ പുസ്തകങ്ങളെങ്ങും കിട്ടാതെ പോയി. അങ്ങനെ തമിഴിൽ അഗാധമായ പാണ്ഡിത്യം. സംസ്കൃതത്തിലെ ഗുരുവിൻ്റെ പാണ്ഡിത്യം എന്തെന്നറിയണമെങ്കിൽ ദർശനമാലയൊന്ന് വായിച്ചു നോക്കുക. എത്ര ഗഹനമാണ്! ഭാരതീയ ദാർശനികതയുടെ അങ്ങേയറ്റത്തിൽ ആഴത്തിൽ മുങ്ങിത്തപ്പുന്ന ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് ദർശനമാലയിൽ കാണാം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് വരികിൽ നടരാജഗുരുവിൻ്റെ അൻ ഇൻ്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. നമുക്ക് കടിച്ചാൽ പൊട്ടാത്ത വേദാന്തമാണ്. ആ ദർശനമാലയുടെ ആ പൂർണ്ണ ഗൗരവത്തിൽ ഉള്ള ഒരു പരിഭാഷ, ഒരു വ്യാഖ്യാനമാണ്. അതുപോലെ തന്നെ മലയാളം ആത്മോപദേശത്തിലെ ശ്ലോകങ്ങൾ എത്ര ലളിതമാണ്. ദൈവദശകം, ഇത്രയും മനോഹരമായ ഒരു കൃതി, ഒരു പ്രാർത്ഥന നമുക്ക് വേറെ പറയാനില്ല. അങ്ങനെയുള്ള കവിത എഴുതാൻ കഴിഞ്ഞ ഒരാചാര്യൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, അതിലുമുണ്ടൊരു കവിത. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. അന്നേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതായിരുന്നു. ലോകത്തെ മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ടുള്ള ഒരു സമീപനമാണ് അദ്ദേഹം കൈക്കൊണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരു ആചാര്യൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ശ്രീനാരായണ ഗുരു. പക്ഷേ ഈ ദർശനം, ഈ ശ്രീനാരായണ സാഹിത്യം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഗുരുദേവ കൃതികൾക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. നടരാജഗുരുവിൻ്റെ വേർഡ് ഓഫ് ദ ഗുരു. ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഗുരുവിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളിന് ഒരു പുസ്തകം, ഒരു ഇംഗ്ലീഷ് പുസ്തകം കൊടുക്കണമെന്ന് തോന്നുന്നെങ്കിൽ നടരാജഗുരുവിൻ്റെ വേർഡ് ഓഫ് ദ ഗുരു വാങ്ങിച്ചു കൊടുക്കുക. ഇത്ര ലളിതമായ ഇംഗ്ലീഷിൽ അതിമനോഹരമായ ഗുരുവിൻ്റെ ദാർശനിക തലം കൈകാര്യം ചെയ്തിരിക്കുന്നൊരു പുസ്തകമാണത്, ദ വേർഡ് ഓഫ് ദ ഗുരു. സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞാലും വായിച്ചാലൊന്നും ആളുകൾക്ക് മനസ്സിലാവില്ല. അതിൻ്റെ ആമുഖത്തിൽ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശിഷ്യൻ നിത്യൻ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, അവനിത് വ്യാഖ്യാനിച്ചു കൊടുത്തുകൊള്ളും, അല്ലേ നടരാജന് വട്ടാണെന്ന് ആളുകൾ പറയും എന്നതിനൊരു സ്ഥലത്ത് നടരാജഗുരു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേർഡ് ഓഫ് ദ ഗുരു അതല്ല, നമുക്ക് ആർക്കും ധൈര്യമായി എടുത്തു കൊടുക്കാൻ കൊള്ളാവുന്ന ഒരു പുസ്തകമാണ്. മറ്റൊരു വിദേശീയനോ അല്ലെങ്കിൽ മലയാളം അറിയാത്ത ഒരാളിനോ ശ്രീനാരായണ ഗുരുവിനെ ആഴത്തിൽ അറിയാനും പഠിക്കാനും താല്പര്യപ്പെടുന്ന ഈ അടുത്ത കാലത്തൊക്കെ ചില പുസ്തകങ്ങളുണ്ടായിട്ടുണ്ട്. അതിലൊരു പുസ്തകം, ആളിൻ്റെ പേരോ പുസ്തകത്തിൻ്റെ പേരോ ഒന്നും ഞാൻ പറയുന്നില്ല, അതിലൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുകയാണ്, ശ്രീനാരായണ ഗുരുവും മഹാരാജാവും ഒന്നിച്ചിരുന്ന് ചെസ്സ് കളിച്ചിരുന്നു. ആ ചെസ്സ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗുരു പറഞ്ഞു, താങ്കളുടെ മകൻ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന്. ചരിത്രത്തിൽ ഒരിക്കൽ പോലും രാജാവിനെ കാണാൻ പോയിട്ടില്ലാത്ത ആളാണ് ശ്രീനാരായണ ഗുരു. ഒരിക്കൽ കുമാരനാശാനും മറ്റു ചില ആളുകളും ഒക്കെ ഇടപെട്ട് കാണാനൊരു അവസരമുണ്ടാക്കിയിട്ട് പോലും ഗുരു പോയിട്ടില്ല.
ആ ഗുരു മഹാരാജാവിൻ്റെ കൂടെ ഇരുന്ന് ചെസ്സ് കളിച്ചു എന്ന് വരെ ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഇംഗ്ലീഷ് പുസ്തകമാണ്. മറ്റൊരു പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ശങ്കരാചാര്യർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ശ്രീനാരായണ ഗുരുവും പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ വായനയും പഠനവുമൊക്കെ. ശങ്കരാചാര്യരുടെ വേദാന്തം എവിടെ, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രായോഗിക വേദാന്തം എവിടെ എന്നുള്ളത് കാര്യങ്ങളൊക്കെ പഠിച്ചു ഗുരു. പക്ഷേ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞൊരു വ്യത്യാസം പറഞ്ഞു തരാം. ശങ്കരാചാര്യർ ജ്ഞാനസിന്ധുവിനെയാണ് ഉപാസിച്ചതെങ്കിൽ ശ്രീനാരായണ ഗുരു ദയാസിന്ധുവിനെയാണ് ഉപാസിച്ചത്. ജ്ഞാനത്തിൽ നിന്ന് ദയയിലേക്കുള്ള ദൂരം എത്രയാണോ അതാണ് ശങ്കരൻ്റെ ദർശനവും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനവും തമ്മിലുള്ള വ്യത്യാസം. ശങ്കരാചാര്യർ ഒരിടത്തും പോയി കെട്ടുകല്യാണം മുടക്കാൻ പോയിട്ടില്ല. പഴയ ക്ഷേത്രങ്ങൾ തച്ചുടച്ച് കളഞ്ഞിട്ട് സദ്ദൈവങ്ങളെ പ്രതിഷ്ഠിക്കാൻ പോയിട്ടില്ല. ആളുകളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ വേണ്ട മാറ്റം വരുത്താൻ പോയിട്ടില്ല. അവിടെയാണ് കുമാരനാശാൻ പറഞ്ഞ അന്യർക്ക് ഗുണം ചെയ്യുവതിന് ആയുസ്സു വപസ്സും ധന്യത്വമടങ്ങ് ആത്മതപസ് പോലും ബലി ചെയ്ത ഒരു സന്യാസി എന്ന് കുമാരനാശാൻ പറഞ്ഞത് അവിടെയാണ്. അങ്ങനെ ഒരു സന്യാസി ശ്രീനാരായണ ഗുരു അല്ലാതെ കേരളത്തിൽ മറ്റൊരാളുമില്ല. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കിവിടെയില്ല. നമുക്ക് വേണ്ടത് ഗുരുവിനെ നന്നായി പഠിക്കുക. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നന്നായി ഗുരുവിനെ പഠിക്കുക. നമുക്ക് ആവശ്യത്തിലധികം പുസ്തകങ്ങൾ നമ്മുടെ ഈ ലൈബ്രറിയിലുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാർ, നമ്മുടെ സച്ചിദാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. പൂർവികരായ ആചാര്യന്മാർ ചെയ്തു വെച്ചിട്ടുള്ള സേവനം ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്കിവിടെയുണ്ട്. ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ വ്യാഖ്യാനം, ഡോക്ടർ ടി ഭാസ്കരൻ്റെ വ്യാഖ്യാനം, മുനിനാരായണ പ്രസാദിൻ്റെ വ്യാഖ്യാനം, എം.എച്ച്. ശാസ്ത്രികളുടെ വ്യാഖ്യാനം, അങ്ങനെ ഗുരുദേവ കൃതികൾക്ക് ആഴത്തിലുള്ള പഠനം നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ ഗുരുദേവ കൃതിയെക്കുറിച്ചൊന്ന് കാര്യം മനസ്സിലാക്കാനാണെങ്കിൽ ഡോക്ടർ ടി ഭാസ്കരൻ്റെ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച വ്യാഖ്യാനമായിരിക്കും ഏറ്റവും നല്ലത്. ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ വ്യാഖ്യാനം ഒരുപാട് പരത്തി പറയുന്നു എന്നുള്ളതല്ലാതെ വേറെ അതിന് കുഴപ്പമൊന്നുമില്ല. എം.എസ്. ശാസ്ത്രികളുടെ വ്യാഖ്യാനത്തിനും അതുതന്നെ. എസ്.എൻ. റാവുവിൻ്റെ വ്യാഖ്യാനത്തിനും നമുക്ക് ആഴത്തിലുള്ള അറിവ് കിട്ടും. അത് കൃതികളെക്കുറിച്ചുള്ള പഠനത്തിന്. ഈ സാമൂഹ്യ ക്രമങ്ങളെക്കുറിച്ചുള്ള പഠനം, കേരള നവോത്ഥാനത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾ നന്നായി വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. പി കെ ഗോപാലകൃഷ്ണൻ്റെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം, എം കെ കുമാരൻ്റെ രചനകൾ, സി എച്ച് ഉദമേനോൻ്റെ രചനകൾ, ഡോക്ടർ ടി ഭാസ്കരൻ്റെ രചനകൾ, ഡോക്ടർ ടി കെ രവീന്ദ്രൻ്റെ രചനകൾ, ഇതൊക്കെ നിങ്ങൾ അറിയുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. അതാണ് എനിക്കതിൽ പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മുടെ കുറേ ദളിത് സാഹിത്യകാരന്മാരിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ദളിതർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഈഴവർക്ക് വേണ്ടിയാണ് ശ്രീനാരായണ ഗുരു പ്രവർത്തിച്ചത് മുഴുവൻ. ഇങ്ങനെ എഴുതിക്കൊണ്ടുള്ള ഒരു പുസ്തകം കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ വന്നു. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ഈ പുസ്തക മേളയിൽ കണ്ടപ്പോൾ ഒരു പുസ്തകം കണ്ട് ഞാൻ എടുത്തുകൊണ്ടുപോയി വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു കലി കയറി. ഞാൻ കേരളമതി പോയി മണിസാറിനോട് പറഞ്ഞു. അന്ന് എം എസ് മണി അദ്ദേഹം ചീഫ് എഡിറ്ററായിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനിത് പുസ്തകം കൊടുത്തു. സാറേ ഇത് കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നതാണ് ശ്രീനാരായണ ഗുരു അങ്ങേയറ്റം ആക്ഷേപിച്ചുകൊണ്ടാണ്. ആ സാറ് ആ പുസ്തകം എടുത്ത് ഇങ്ങനെ കമത്തി തിരിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഗോപാലകൃഷ്ണൻ കേരളമതിയിൽ ഈ ലേഖനം എഴുതി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ വായിക്കും, ഇവനെക്കുറിച്ചുള്ള പബ്ലിസിറ്റി കിട്ടും, ഇങ്ങനെ ഒരു പുസ്തകമുണ്ട് എന്ന് ആളുകൾ അറിയും. ഒരു കാരണവശാലും എഴുതരുത്, പറയുന്നിടത്ത് പ്രസംഗിച്ചോ അവൻ്റെ പേരും പുസ്തകത്തിൻ്റെ പേരും പറയരുതെന്ന് മണിസാർ എനിക്കൊരു ഉപദേശം തന്നതാണ്. അവിടെയാണ് പിന്നെ മറ്റൊരാൾ എഴുതിയിട്ടുണ്ട്, ശ്രീനാരായണൻ്റെ ഗുരു എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിലൊരു സ്ഥലത്ത് എഴുതിയിരിക്കുകയാണ്, മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കുമാരനാശാൻ എഴുതിയത് അന്ന് നിലവിലിരുന്ന അബ്കാരി ചട്ടങ്ങളെ മാറ്റുവിനാണ് എന്ന് എഴുതിയ ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത വ്യാഖ്യാനിച്ചിട്ട് ഒരാൾ എഴുതി, ആശാൻ്റെ സീത ഒരു 9ാം ക്ലാസ്സുകാരി ഈഴവ് പെണ്ണിനെ പോലെയാണ് സംസാരിക്കുന്നത് എന്നെഴുതിയ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു വർത്തമാന കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ശ്രീനാരായണ ഗുരുവിനെ ആഴത്തിൽ പഠിക്കാൻ, നമ്മളെക്കൊണ്ടാവുന്ന രീതിയിൽ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം, ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ ദളിത് സാഹിത്യകാരന്മാർ സംഘടിതമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്നൊരു മുന്നേറ്റം, അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് കുറേ നാളായിട്ടുണ്ടായൊരു മാറ്റമാണ്. ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ്, ആധുനിക കേരളത്തിൻ്റെ പിതാവാണെന്നൊക്കെ പറയും. പക്ഷേ മറുവശത്ത് ശ്രീനാരായണ ഗുരുവിന് ചരിത്രത്തിലുള്ള സ്ഥാനം കുറയ്ക്കുവാനുള്ള സംഘടിതമായ ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്.
കേരള നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു പറ്റം ആളുകളുടെ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ, അയ്യങ്കാളി, വക്കം മൗലവി, കെ പി കറുപ്പൻ, കൃഷ്ണാദി ആശാൻ, പൊയ്കയിൽ യോഹന്നാൻ, ചാവറ അച്ഛൻ, ഇങ്ങനെയുള്ള ചട്ടമ്പി സ്വാമികൾ, ഇങ്ങനെയുള്ള ഒരു സംഘം ആളുകളുടെ പ്രവർത്തനം കൊണ്ടുണ്ടായതാണ് കേരള നവോത്ഥാനം. അതിലൊരാളായിരുന്നു ശ്രീനാരായണ ഗുരു. അതുമാത്രവുമല്ല, വേറെ ചില ആളുകൾ എഴുതി വച്ചു, ശ്രീനാരായണ ഗുരുവും കുമാരനാശാനുമൊക്കെ ബ്രിട്ടീഷുകാരുടെ പാദസേവകരായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെയും കുമാരനാശാൻ്റെയും നേതൃത്വത്തിൽ നടന്ന വിപ്ലവം തരംതാണ വിപ്ലവമായിരുന്നു എന്നൊക്കെ എഴുതി വെച്ച ആളുകളുടെ പിന്മുറക്കാരാണ് ഈ ഒരു സംഘടിതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നവോത്ഥാന ശില്പികളെക്കുറിച്ച് ഒരു 10-ലധികം പുസ്തകങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആർക്കെങ്കിലും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെ ഒരു വഴിക്കൂടെ ഒരു നീക്കം നടക്കുന്നു. ദളിത് സാഹിത്യകാരന്മാർ പുതിയൊരു ത്രയം, ഒരു നേതൃത്രയം രൂപപ്പെടുത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ സാമാന്യം കേരള നവോത്ഥാനത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ എന്നൊരു ത്രയമാണ്. ത്രയം എന്നേ പറയാവൂ. ത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ 9 ആയി പോവും. കവിത്രയം എന്നേ പറയാറുള്ളൂ. മലയാളത്തിലെ ആദ്യത്തെ ഒരു കവിത്രയം എന്ന് പറയുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു കവിത്രയം ഉണ്ടാകുന്നത് കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. പിന്നീട് ആണ് നമ്മുടെ കേരള നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ എന്ന് നമ്മൾ പറഞ്ഞ് ശീലിച്ചു വന്നതിന് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ദളിത് സാഹിത്യകാരന്മാർ പുതിയൊരു തലമെത്തിച്ചിരിക്കും, ഒരു സമീപനം കണ്ടെത്തിയിരിക്കുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, ഈ 3 ആളുകളാണ് കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയതെന്നാണ്. അവിടെ ശ്രീനാരായണ ഗുരുവില്ല, കുമാരനാശാനില്ല, ഡോക്ടർ പൽപ്പുവില്ല. ഇതൊക്കെയാണ് വർത്തമാനകാല സാഹിത്യം എന്ന് പറയുന്നത്. അത് ദൗർഭാഗ്യകരമായി കേൾക്കാൻ ആളില്ലാത്ത സമയമായി പോയി. സാരമില്ല, എങ്കിലും ഇത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഭാവിയിൽ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടുള്ളൂ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ അറിയുക, ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ അന്ത്യനാളുകളെക്കുറിച്ച് എനിക്കൊന്ന് എഴുതണമെന്ന് തോന്നി. ഇന്നൊന്നുമല്ല, 10-45 വർഷങ്ങൾക്ക് മുമ്പാണ്, ഏതാണ്ട് 50 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഞാൻ കേരളകൗമുദിയിലെ കെ സുകുമാരൻ, പത്രാധിപർ സുകുമാരൻ സാറുള്ള കാലമാണ്, അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിരുന്ന ഒരു എ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ഒരാളന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കണ്ട് ഒരു അഭിമുഖം നടത്താൻ തീരുമാനിച്ചു. ആ കുന്നുകുഴിയിൽ തേക്കുംമൂട്ടിൽ നിന്നും പൊട്ടക്കുഴിയിലേക്കുള്ള റോഡിൻ്റെ സൈഡിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഞാനവിടെ പോയി കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നല്ല സുഖനായ, നല്ല പൊക്കമുള്ള, അജാനുബാഹുവായ ഒരു മനുഷ്യൻ, കതറൊക്കെ ഇട്ട്, കോൺഗ്രസ്സുകാരനാണ്. ചരിത്രത്തിലാദ്യമായി ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിട്ടൊരു ഹരിജൻ വിഭാഗത്തിൽ നിന്നൊരാൾ വരുന്നത് അദ്ദേഹമാണ്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് കാര്യങ്ങൾ ചോദിച്ചു കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, അങ്ങ് എങ്ങനെയാണ് ഗുരുദേവനെ കണ്ടെത്തിയത്? കുമാരനാശാൻ ഈ കോലത്തുകര ക്ഷേത്രത്തിൽ വെച്ച് കണ്ട കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങ് എങ്ങനെയാണ് ഗുരുവിനെ കണ്ടത്? ഓ, ഞാൻ പറയാം, നല്ല ചോദ്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഒരു ചാരുകസേരയിൽ കിടക്കുക. അന്നൊരു 80-85 വയസ്സ് പ്രായമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ, നമ്മുടെ ഈ തോടിലെ കനാൽ, ആ കനാലിൻ്റെ അപ്പുറത്തെ കരയിൽ മുഴുവൻ അന്നും ഇന്നും അധികവും ഈ ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ്. ഈ മണ്ണിൽ ഗുരുദേവനൊരു നിശാ പാഠശാല ആരംഭിച്ചു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന്, പണി കഴിഞ്ഞ്, കൂലിപ്പണി കഴിഞ്ഞ് വന്നാൽ അവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ജീവിതക്രമങ്ങളെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച്, മറ്റ് കാര്യങ്ങളെക്കുറിച്ച്, ലോക കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു നിശാ പാഠശാല ആരംഭിച്ചു. പക്ഷേ ഈ നിശാ പാഠശാലയിൽ ഇവർ വരുന്നത് പണി കഴിഞ്ഞ് വിയർത്തൊലിച്ച ശരീരവുമായി, മുഷിഞ്ഞ മുണ്ടുമായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഒരു ഗുരുദേവനൊരു കാര്യം ചെയ്തു, ഇവിടെ ഒരു കുളി സംഘമുണ്ടാക്കി. സോപ്പും തോർത്തും എണ്ണയും ഒക്കെ കൊടുത്ത് താഴത്തെ ഊറ്റുറവയിൽ, ഊറ്റുവെള്ളത്തിൽ പോയി കുളിച്ച് വൃത്തിയായി വരാൻ, അതിൽ ചില 1-2 സന്യാസി ശിഷ്യന്മാരെ ഇവരെ കൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കാൻ, കുളി പഠിക്കുന്നത് എങ്ങനെ കുളിക്കണമെന്ന് പഠിപ്പിക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെ നിശാപാഠശാലയിൽ വരുന്ന ആളുകൾ കുളിസംഘത്തിലും കൂടെ അംഗമായി വൃത്തിയായി കുളിക്കാൻ അവരെ പഠിപ്പിച്ചു. അങ്ങനെ അവർ കുറേയൊക്കെ അവരെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പട്ടിണിയാണ് മിക്കവാറും അന്നത്തെ കാലത്ത്, ഇവിടെ നിന്ന് ആഹാരം കൊടുക്കുമായിരുന്നു. ദേവനോട് പറഞ്ഞ വാക്കുകളാണ് കുഞ്ഞിരാമൻ സാറ്. അതുകൊണ്ട് കഥ തീരുന്നില്ല. ഒരു വിജയദശമി നാളിൽ നമ്മുടെ ഈ തൊട്ടു മുന്നിലുള്ള ശാരദാമഠത്തിൽ
അന്നും ഇന്നും കുട്ടികളെ എഴുത്തിനിരുത്തുന്ന, ഹരിശ്രീ കുറിക്കുന്ന ഒരു പുണ്യഭൂമിയാണ്. അവിടെ വച്ച് ഒരു വിദ്യാരംഭ ദിവസം കുറേ ഈ അയിത്തജാതിക്കാരായ കുഞ്ഞുങ്ങളെ, ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളെ എഴുത്തിനിരുത്താൻ ഗുരുദേവൻ തീരുമാനിച്ചു. തൻ്റെ അന്തേവാസികളോട് പറഞ്ഞു, കുറേ കുട്ടികളെ സെലക്ട് ചെയ്ത് കൊണ്ടുവരണം. അവർക്ക് കുളിക്കാൻ എണ്ണയും സോപ്പും തോർത്തുമൊക്കെ കൊടുത്ത് അവരെ കുളിക്കാൻ വിട്ടു. സമയമായി, എഴുത്തിനിരുത്ത് തുടങ്ങാനുള്ള സമയമായി. ഗുരുദേവൻ തയ്യാറായി നിൽക്കുകയാണ്. എവിടെയാ കുട്ടികൾ എന്നിങ്ങനെ ഗുരുദേവൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചപ്പോൾ ഏതോ ഒരു അന്തേവാസി ശിഷ്യൻ വളരെ ഒതുങ്ങി ചെന്നുവെന്ന് പറഞ്ഞു, സ്വാമി അവരെ ആ കന്നാലി തൊഴുത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഈ കന്നാലി തൊഴുത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സദ്യാലയത്തിൻ്റെ അപ്പുറത്ത് ആ വിറക് കയറുന്നൊരു സ്ഥലമുണ്ട്, അവിടെയായിരുന്നു അന്നത്തെ കന്നാലി തൊഴുത്ത്. അപ്പോൾ ഗുരുദേവൻ വളരെ മന്ദസ്മിതത്തോടുകൂടി, ഓ അങ്ങനെയാണില്ലേ, നാം അങ്ങോട്ട് പോകാം, അവരെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം നടന്ന് ഈ നിന്ന കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അന്ന് ഈ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന കുട്ടിക്ക് 12 വയസ്സ് പ്രായമാണ്. അദ്ദേഹം ഒരു സ്കൂളിൽ പോയിട്ടില്ല, അക്ഷരാഭ്യാസമില്ല, ഒന്നും അറിയില്ല. ഈ ഏറ്റവും ഉയരമുള്ള പൊക്കമുള്ള സീനിയറായിട്ടുള്ള ആ കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അരയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് ശാരദാമഠത്തിലേക്ക് വന്ന ആ രംഗം പറയുമ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ ഇങ്ങനെ ഇറ്റിറ്റ് വീണ്, ആ ജുബയിലൊക്കെ ആ കണ്ണുനീർ വീണ രംഗമൊന്നും എൻ്റെ ജീവിതത്തിൽ മരിക്കുന്നിടം വരെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അതായിരുന്നു ശ്രീനാരായണ ഗുരു. ആ മനുഷ്യനെ ഇവിടെ നിർത്തി പഠിപ്പിച്ചു. മഹാത്മാഗാന്ധി ഇവിടെ വന്നപ്പോൾ മഹാത്മാഗാന്ധിക്ക് ഉപഹാരങ്ങൾ, പഴവും മറ്റു സാധനങ്ങളും കൊണ്ട് കൊടുത്തത് ഈ കുഞ്ഞിരാമനാണ്. ഗാന്ധിജി ആരാണെന്ന് മനസ്സിലാകുന്നോ എന്ന് ചോദിച്ചപ്പോൾ, അല്ല ഇവിടുത്തെ അന്തേവാസിയാണ്, അല്ലാതെ ആരാണെന്നറിയാമോ? അപ്പോൾ ഗാന്ധിജി ഇങ്ങനെ ഒന്ന് അന്തം വിട്ട് പറഞ്ഞു, അയിത്ത ജാതിക്കാരനാണ്, ഇവിടെ നിർത്തി എൻ്റെ കൂടെ നിൽക്കുകയാണ്, ഇവിടെ സദ്യ വിളമ്പുന്നതിൽ നിൽക്കുന്നത് കുഞ്ഞിരാമനാണ് എന്ന് പറഞ്ഞ അനുഭവം അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കോളേജ് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അന്നത്തെ കാലത്ത് BA പാസ്സായി. ഗുരുദേവൻ തന്നെ പറഞ്ഞു, സജീവമായി രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി. അങ്ങനെയാണ് തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഹരിജനങ്ങളിൽ നിന്ന് ആദ്യമായി ഒരു മേയറായ മനുഷ്യനാണ് ഈ കുഞ്ഞിരാമൻ. അപ്പോൾ ഞാൻ ഇന്ന് ഇൻ്റർവ്യൂ നടത്തിയത് ശ്രീനാരായണ ഗുരുവിൻ്റെ അന്ത്യനാളുകളെക്കുറിച്ചുള്ള അറിവിന് വേണ്ടിയായിരുന്നു. ഈ വൈദിക മഠത്തിൽ ഗുരുദേവൻ മഹാസമാധി പോകുന്ന ആ നിമിഷങ്ങളിൽ കൂടെ ആ മുറിയിലുണ്ടായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അതേക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് അന്ന് കേരളത്തിൽ എഴുതുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പാണ്, 50 കൊല്ലം 48 കൊല്ലത്തിലേക്ക് മുമ്പാണ്. അപ്പോൾ ഇത് കുഞ്ഞിരാമൻ്റെ കഥയാണെങ്കിൽ TT കേശവശാസ്ത്രി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, പുലയ സമുദായത്തിൽപ്പെട്ട ഒരാൾ, പത്തനംതിട്ട ജില്ലക്കാരനായിരുന്നു. മൂലൂർ പത്മനാഭ പണിക്കർ ആലുവ അദ്വൈതാശ്രമത്തിൽ കൊണ്ടുപോയി, ഇവൻ പഠിക്കാൻ മെടുക്കാനാണ്, എന്നാലെന്താ ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് ഗുരുദേവൻ അവിടെ നിർത്തി. അവിടുത്തെ പാഠശാലയിൽ പഠിപ്പിച്ച് ശാസ്ത്രി പരീക്ഷ പാസ്സായി. അത് കഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ പോകാൻ ഉപദേശിച്ചു, വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അദ്ദേഹം അന്നത്തെ കാലത്ത് MLA ആയി, ഡെപ്യൂട്ടി സ്പീക്കറായി. അയ്യങ്കാളിയുടെ മരുമകനാണ് പിന്നീട് അദ്ദേഹം. ഇങ്ങനെയൊക്കെ ചെയ്ത ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചാണ് പറയുന്നത്. ദളിതർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ശ്രീനാരായണ ഗുരു, ഈഴവർക്ക് വേണ്ടി മാത്രമാണ് ചെയ്തതെന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതാണ് വർത്തമാനകാല ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെന്ന് മാത്രം തിരിച്ചറിയുക. മറ്റൊന്ന്, ഞാനിനി ഒരു ദീർഘമായി തുടരുന്നില്ല. ഇപ്പം തന്നെ ഏതാണ്ട് എനിക്ക് അനുവദിച്ച സമയം തീരാറായിക്കൊണ്ടിരിക്കുക. 5-10 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ആർഷഭാരതത്തെക്കുറിച്ച്, ഋഷിപ്രോക്ത ഭാരതത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. മഹത്തായ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറയാറുണ്ട്. നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും ഒക്കെ എന്തെല്ലാം നമ്മൾ വായിച്ചാലും അവസാനം എത്തി നിൽക്കുന്നത് അനുകമ്പ, ദയ, കാരുണ്യം, മനുഷ്യസ്നേഹം, മാനവ നന്മ, ഇതൊക്കെയാണ് അവിടുത്തെ അന്തസ്സാരമെന്ന് പറയുന്നത്. ഈ അടിസ്ഥാന തത്വം ഗുരുവിനും അറിയാമായിരുന്നു. തൻ്റെ രചനകളിൽ ഗുരു കാണിച്ച ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് പറഞ്ഞ ആ സിദ്ധാന്തം ജീവിതത്തിൽ ഉടനീളം പുലർത്തിയ ഒരാളാണ് ശ്രീനാരായണ ഗുരു. ഗുരുവിനെ അടുത്തറിയാൻ കഴിഞ്ഞ ആളുകൾ ഗുരുവിനെ വിലയിരുത്തിയിട്ടുണ്ട്. ഗുരുവിനെ ഏറ്റവും കൂടുതൽ, ഗുരുവിന് വേണ്ടി ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം, ഗുരുവിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത് മറ്റു സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അടിവരയിട്ട് ഞാൻ പറയുകയാണ്, നന്നായി പഠിച്ചിട്ടാണ് പറയുന്നത്. ധർമ്മതീർത്ഥർ സ്വാമികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജോൺ ധർമ്മതീർത്ഥർ എന്നറിയപ്പെടുന്ന
പരമേശ്വര മേനോൻ, തൃശ്ശൂരുകാരനായ പരമേശ്വര മേനോൻ. അന്നത്തെ കാലത്ത് ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLB പാസ്സായ ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈ ബോംബെ യൂണിവേഴ്സിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടുന്ന ഒരാളിന് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ നേരിട്ട് പോയി പ്രാക്ടീസ് ചെയ്യാം. മറ്റേത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായാലും താഴെയുള്ള കീഴ്ക്കോടതികളിൽ 3 വർഷം പ്രാക്ടീസ് കഴിഞ്ഞിട്ടേ ഹൈക്കോടതിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അത്രമാത്രം ഉന്നതമായ ബിരുദം നേടിയ ആളായിരുന്നു പരമേശ്വര മേനോൻ. അതുമാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ പിതാവ് കൊട്ടാരവുമായി, കൊച്ചി രാജാവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു. കൊച്ചി രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇദ്ദേഹത്തിൻ്റെ മകനൊരു ജോലി അദ്ദേഹം സംഘടിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കും ഭാവിയിൽ അവിടുത്തെ കൊച്ചിയിലെ ചീഫ് സെക്രട്ടറിയോ ദിവാൻ പേഷ്കാരോ ഒക്കെ ആകുമായിരുന്നു അവിടെ ഇരുന്നെങ്കിൽ. പക്ഷേ ശ്രീനാരായണ ഗുരുവിനെ പരിചയപ്പെടുന്നു. ആ ബന്ധം പിരിയാനാവാത്ത ഒരു ബന്ധമായി മാറുന്നു. ഈ ശിവഗിരിയിൽ വരുന്നു. ആ ചെറുപ്പക്കാരനെ ശ്രീനാരായണ ഗുരു ആദ്യമായി ശിവഗിരിയുടെ മാനേജരായി നിയമിക്കുന്നു. ഇവിടുത്തെ കാര്യങ്ങളുടെ നടത്തിപ്പുകാരനായി ചുമതലപ്പെടുത്തുന്നു. കുറേ കൂടി കഴിഞ്ഞപ്പോൾ ധർമ്മസംഘം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചനകൾ ഉണ്ടാകുന്നു. അതിൻ്റെ നിയമാവലി എഴുതിയുണ്ടാക്കിയത് ഈ പരമേശ്വര മേനോൻ ആണ്. ആദ്യത്തെ ധർമ്മസംഘത്തിൻ്റെ സെക്രട്ടറി ഈ പരമേശ്വര മേനോനെയാണ് ഗുരുദേവൻ നിയോഗിച്ചത്. ആ ശാരദാമഠത്തിൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന് ദീക്ഷ കൊടുക്കുന്നു. കുറേ മറ്റാളുകൾക്കും സന്യാസ ദീക്ഷ അന്ന് കൊടുത്തു. പരമേശ്വരൻ്റെ ദീക്ഷ കൊടുക്കുന്ന നേരത്ത് ഈ കാഷായ വസ്ത്രം ഇങ്ങനെ ഗുരുദേവൻ പിടിച്ചുകൊണ്ട് മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളും കൂടി ഇതിൽ തൊടുക. ചുറ്റും നിന്ന എല്ലാ ശിഷ്യന്മാരെ കൊണ്ടും അതിൽ തൊടുവിച്ചിട്ടാണ് പരമേശ്വര മേനോന് കാഷായം കൊടുത്തത്. കാരണം നാളുകളിൽ ഈ പരമേശ്വര മേനോനെ ഇവർ ഒറ്റപ്പെടുത്തും, തള്ളിപ്പറയും. അത് വരാതിരിക്കാനുള്ള ഒരു പ്രതിജ്ഞ എടുപ്പിക്കലായിരുന്നു ഗുരുദേവൻ അന്ന് ചെയ്തത്. പിന്നീട് വരുന്ന കഥകളിലൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് കണ്ണ് നനയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ധർമ്മസംഘം രൂപീകരിക്കുന്നു. ഗുരുദേവൻ്റെ അന്ത്യനാളുകളിലേക്ക് അടുക്കുന്നു. മഹാസമാധി സമയത്ത് ഒക്കെ പരമേശ്വരനുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട് അതിനു മുമ്പ് സത്യവ്രത സ്വാമികളുടെ നേതൃത്വത്തിലൊരു പത്രം നവജീവൻ എന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിലും അത് കുറച്ച് നാൾ കൊണ്ട് നിന്നുപോയി. ശിവഗിരിക്കൊരു മുഖപത്രം ധർമ്മം എന്ന് പറഞ്ഞൊരു മാസിക തുടങ്ങുന്നു. 1927 അതിൻ്റെ ആദ്യത്തെ ലക്കം വരുന്നത്. ആ മാസികയിൽ ഫസ്റ്റ് ലക്കത്തിൽ തന്നെ ഗുരുവിൻ്റെ നർമ്മ സംഭാഷണങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ വേദികളിലൊക്കെ വന്നു നിന്ന് പ്രസംഗിക്കുന്ന ആളുകളൊക്കെ ശ്രീനാരായണ ഗുരു നർമ്മ സംഭാഷണങ്ങൾ ഇങ്ങനെ കോട്ട് ചെയ്ത് പ്രസംഗിക്കും. ഇത് മുഴുവൻ ഈ ധർമ്മതീർത്ഥർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കൊച്ച് 200 പേജിൻ്റെ നോട്ട് ബുക്കിൽ കുറിച്ച് വെച്ചത് ഈ ധർമ്മം മാസികയിൽ ഇങ്ങനെ പ്രസിദ്ധീകരിക്കും. അത് പിന്നീട് ഒരു പുസ്തകമായി ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ ധർമ്മ സംഭാഷണങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. അത് മാത്രമല്ല, മറ്റൊരു കാര്യം, ശ്രീനാരായണ ഗുരുവിനെ ഇത്രമാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞ വേറൊരു ശിഷ്യനുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ധർമ്മം മാസികയുടെ 1-ാം ലക്കത്തിൽ ഗുരുദേവൻ ആര് എന്നൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഒരു ആചാര്യൻ ഇന്ത്യയിൽ വേറെ ഉണ്ടായിട്ടില്ല. 1927 കാലം 100 കൊല്ലം മുമ്പാണെന്ന് ഓർക്കണം. നമ്മുടെ മറ്റ് സന്യാസിവര്യന്മാരിൽ നിന്നൊക്കെ ഇത്ര മനുഷ്യനെ സ്നേഹിക്കുന്ന, മാനവനന്മയിൽ വിശ്വസിക്കുന്ന, കാലദേശങ്ങൾക്ക് അതീതമായ ഒരു സിദ്ധാന്തം, ഒരു തത്വസംഹിത രൂപപ്പെടുത്തിയ മറ്റൊരാചാര്യനുമില്ല. അതുമാത്രമല്ല, അദ്ദേഹം ഒരു കാര്യം കൂടി അടുത്ത് പറഞ്ഞു, ഈ ഗുരുവിനെ ഈ സമൂഹം ഇനിയും വേണ്ട പോലെ അറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഗുരുവിൻ്റെ രോഗശയ്യാ കാലത്ത് ധർമ്മം മാസികയിൽ ഓരോ ആഴ്ചയും, അന്ന് വാരികയായിരുന്നു, ഓരോ ആഴ്ചയും ഗുരുവിൻ്റെ രോഗവിവരങ്ങൾ, ചികിത്സാക്രമങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് ലേഖനങ്ങൾ കൃത്യമായി വരുമായിരുന്നു. ഈ മാമ്പലം വിദ്യാനന്ദ സ്വാമികളായിരുന്നു അത് എഴുതിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഗുരുവിൻ്റെ മഹാസമാധി കഴിഞ്ഞ് 1-ാം സമാധി വാർഷികത്തിന് ഒരു മുഖപ്രസംഗം അദ്ദേഹം ധർമ്മത്തിൽ എഴുതി, ഈ വാരികയിൽ എഴുതിയിട്ടുണ്ട്. അവിടെ അദ്ദേഹം എഴുതി, ഇന്ന് കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണോ സാമൂഹിക ക്രമത്തിൽ, മനുഷ്യൻ്റെ ജീവിതക്രമത്തിൽ, ആചാരാനുഷ്ഠാനങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, എല്ലാ രംഗങ്ങളിലും എന്തെല്ലാം മാറ്റമാണോ, ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ മഹാനായി ശ്രീനാരായണ ഗുരുവിനെ വിലയിരുത്തുന്ന കാലത്തിനപ്പുറം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാനായിട്ട്, അതിനുമപ്പുറം
ലോകരാജ്യങ്ങൾ മുഴുവൻ ഗുരുവിനെ അംഗീകരിക്കുന്ന ഒരു കാലം വരുമെന്ന് ആദ്യമായി ഒരാൾ എഴുതി വച്ചത് ഈ ധർമ്മതീർത്ഥർ സ്വാമികളാണ്. നിങ്ങളറിയണം, 1928 അവസാനം അദ്ദേഹം എഴുതി വച്ചതാണ്. ഇന്ന് വത്തിക്കാനിലെ പോപ്പിൻ്റെ അരമനയിൽ, ആസ്ട്രേലിയൻ പാർലമെൻറ്റിൽ, UK പാർലമെൻറ്റിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ഒക്കെ ശ്രീനാരായണ സന്ദേശങ്ങൾക്ക് കാലിക പ്രസക്തിയുണ്ട് എന്നവർ വിശ്വസിക്കുകയും അതനുസരിച്ച് ഗുരുവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഒരു 100 വർഷം മുമ്പ് അത് ദീർഘദർശനം ചെയ്യുവാൻ, ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ അത്യപൂർവം പ്രതിഭാശാലിയായിരുന്നു ഈ പരമേശ്വര മേനോൻ എന്ന ജോൺ ധർമ്മതീർത്ഥർ. അതുകൊണ്ട് കഥ തീരുന്നില്ല. അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ശ്രീനാരായണ ഗുരു ദ പ്രോഫറ്റ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ പ്രവാചകൻ. അതിൽ അദ്ദേഹം എഴുതി, ഇന്ന് ലോകത്ത് നടക്കുന്ന ഈ ജാതിയുടെ പേരിൽ, വിഭാഗീയതയുടെ പേരിൽ, അന്ധമായ മതാന്ധതയുടെ പേരിലൊക്കെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, മനുഷ്യ നന്മയിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു സിദ്ധാന്തം വേറെ ആരും അവതരിപ്പിച്ചിട്ടില്ല. ഈ പുസ്തകം അദ്ദേഹം എഴുതിയിട്ട് വെറുതെ ഇവിടെ കയ്യും കെട്ടിയിരിക്കുകയായിരുന്നില്ല. അദ്ദേഹം ഒരു യാത്ര പോയി, ബോംബെയിൽ പോയി അവിടെ ഉണ്ടായിരുന്ന ബുദ്ധിശാലികളെ, പ്രതിഭാശാലികളെ കണ്ടു. അംബേദ്കറെ കണ്ട് കോപ്പി കൊടുത്തു, ഗോപാലകൃഷ്ണ ഗോഖലയെ കണ്ട് കോപ്പി കൊടുത്തു, മറ്റാളുകളെയൊക്കെ കണ്ടു. ഡൽഹിയിലേക്ക് പോയി ജവഹർലാൽ നെഹ്റുവിനെ, ജിന്ന, പാകിസ്ഥാൻ്റെ സ്ഥാപകനായ ജിന്നയ്ക്ക് ഒക്കെ, മഹാത്മാഗാന്ധിക്ക് ഒക്കെ ഈ പുസ്തകം കൊടുത്തു. മറ്റൊരു പുസ്തകം അദ്ദേഹം എഴുതി, ദ ഹിന്ദു ഇമ്പീരിയലിസം, ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ പേരിൽ ഈ ഇന്ത്യയിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകളെക്കുറിച്ച് ഇങ്ങനെ തുറന്നെഴുതിയിരിക്കുന്ന മറ്റൊരു പുസ്തകവുമില്ല. ആ ഹിന്ദു ഇമ്പീരിയലിസം എന്ന പുസ്തകം അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിച്ചു. പക്ഷേ അദ്ദേഹവും അതുകൊണ്ടൊന്നും അടങ്ങിയിരുന്നില്ല. ഇങ്ങനെ ഞാൻ ഇനി ഒരുപാട് പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ. ഏറ്റവും പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങൾ ഞാൻ ഈ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ പുസ്തകങ്ങളുടെ പ്രചരണം ഇനി ഈ വർത്തമാനകാലത്ത് 100 കൊല്ലം കഴിഞ്ഞിട്ട് പോലും പ്രസക്തിയുള്ള പുസ്തകങ്ങളാണ് ശ്രീനാരായണ ഗുരു ദ പ്രോഫറ്റ് ഓഫ് പീസും ഹിന്ദു ഇമ്പീരിയലിസവും. മറ്റൊരു സേവനം അദ്ദേഹം ചെയ്തത്, ഇന്ന് നമ്മൾ ചെമ്പഴന്തിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, ഗുരുദേവ രക്ഷിക്കണേ എന്ന്. കഴിഞ്ഞൊരു ദിവസം എൻ്റെ കൊച്ചുമോനെയും കൊണ്ട്, എൻ്റെ മകളുടെ മകനെയും കൊണ്ട് ഞങ്ങളവിടെ പോയി. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, അപ്പുവാന്ന് എന്നെ വിളിക്കുന്നത്. അപ്പുവാ ഇതെന്താ? അവൻ കണ്ടിട്ടില്ല. ഓലക്കെട്ട് വീട് അവൻ കണ്ടിട്ടില്ല. മറ്റൊന്ന് ചാണകം മെഴുകിയ ഭിത്തി അവൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട് കാലത്തെ നമ്മുടെ കെട്ടിടങ്ങളൊക്കെ, വീടുകളൊക്കെ ഇങ്ങനെയായിരുന്നു, ഇത് തെങ്ങിൻ്റെ ഓലമടഞ്ഞുണ്ടാക്കുന്നതാണ്. ഇതിലെ കാര്യമൊക്കെ അവന് പറഞ്ഞു കൊടുത്തു. അതിന്ന് സാധിക്കുന്നത് ഈ പരമേശ്വര മേനോൻ എന്ന ധർമ്മതീർത്ഥർ സ്വാമികൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അദ്ദേഹം ചെമ്പഴന്തിയിൽ പോയി. അന്ന് അവിടെ ഗുരുദേവൻ്റെ സഹോദരിയും മകളുമായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. തൃശ്ശൂരിലുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്ത് വിറ്റ പണം കൊണ്ട് 500 രൂപ അവിടെ താമസിച്ചിരുന്ന ഗുരുദേവൻ്റെ സഹോദരിക്ക് കൊടുത്തു. തീറാധാരം എഴുതി ശിവഗിരി മഠത്തിന് വേണ്ടി ആ ഭൂമി വാങ്ങിച്ചു. അതിനപ്പുറത്തുള്ള വെഞ്ചാവോഡിൽ വേറൊരു ചെറിയ സ്ഥലവും വീടും വാങ്ങിച്ചിട്ട് ഈ ഗുരുദേവൻ്റെ സഹോദരിയെ അവിടെ താമസിപ്പിച്ചു. അവരുടെ മരണം വരെ അവർക്ക് വീട് ചെലവിനാവശ്യമുള്ള പണം കൊടുത്തു. എന്നിട്ട് ഗുരുകുലം, ശ്രീനാരായണ ഗുരുകുലം എന്ന് പേരിട്ട് ശ്രീനാരായണ ജയന്തി ആഘോഷിക്കാനുള്ള തുടക്കം കുറിച്ചത് ഈ ചെമ്പഴന്തിയിൽ അദ്ദേഹമാണ്. ഇന്ന് ചട്ടമ്പി സ്വാമികളുടെ വീടന്വേഷിച്ച് നമ്മളൊക്കെ നടക്കുന്നുണ്ട്. NSS കരയോഗക്കാരും നമ്മുടെ ഒരു IG ഉദ്യോഗസ്ഥയും തമ്മിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുക, കേസ് നടന്നുകൊണ്ടിരിക്കുക. കാരണം ഈ സ്ഥലം കുറേ ഭാഗം അവർ വാങ്ങിച്ചു, വീട് വെച്ചു, ബാക്കി ആളുകൾ കയ്യേറിപ്പോയി, എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരു പരമേശ്വര മേനോൻ, ഒരു ധർമ്മതീർത്ഥർ സ്വാമികൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾക്ക് ചെമ്പഴന്തിയിൽ പോയി കൈകൂപ്പി പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒരു ഗുരുകുലം അവിടെ ഉണ്ടാകുമായിരുന്നില്ല. അതിനേക്കാളപ്പുറം അദ്ദേഹം ചെയ്ത മറ്റൊരു സേവനം, ഒരുപാട് ആളുകൾ ഗുരുവിൻ്റെ ജീവിതകാലത്ത് ഭൂമി ദാനമായി എഴുതി വച്ചിട്ടുണ്ട് ഗുരുദേവന് വേണ്ടി. പക്ഷേ ഇതിലധികവും ഈ എഴുതി വെച്ച ആളുകളോ അവരുടെ പിന്മുറക്കാരോ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. ഇദ്ദേഹം ചുമതലയേറ്റ് കഴിഞ്ഞപ്പോൾ, മഠത്തിൻ്റെ സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ, വില്ലേജ് ഓഫീസുകളിൽ, താലൂക്ക് കച്ചേരികളിൽ, സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ പോയി ഈ പ്രമാണം സംബന്ധിച്ചുള്ള രേഖകളൊക്കെ സംഘടിപ്പിച്ച് പോക്കുവരവ് നടത്തി ആ വസ്തു ശിവഗിരി മഠത്തിൻ്റെ പേരിലാക്കി. അതും കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ SNDP യോഗവും ശിവഗിരി മഠവും തമ്മിലുണ്ടായിരുന്ന കേസ് മഠത്തിന് അനുകൂലമായി വിധിയുണ്ടായത് ഈ പരമേശ്വര മേനോൻ എന്ന വക്കീലിൻ്റെ പ്രാഗൽഭ്യം കൊണ്ടാണ്. ഇങ്ങനെയെല്ലാം ചെയ്ത ആ മഹാത്മാവിനെ നമ്മുടെ ശിവഗിരിയിൽ നിന്ന് പറഞ്ഞു വിട്ടു.
അതിനും ഒരു കഥയുണ്ട്. സച്ചിദാനന്ദ സ്വാമികൾ അടുത്ത കാലത്ത്, ഞാനൊരു 15-20 കൊല്ലം മുമ്പ് ഈ ധർമ്മതീർത്ഥ സ്വാമികളെ കുറിച്ച് കേരളമതിയിൽ 2 ദിവസം ഒരു ലേഖനം എഴുതി, തുടർച്ചയായി 2 ലക്കങ്ങളിലായിട്ട്. അത് വായിച്ചിട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു, സാറേ ഇതൊന്ന് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ പുസ്തകത്തിൽ ഞാനിത് ചേർക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, അടുത്ത ലക്കത്തിൽ നിങ്ങൾ ചേർത്താൽ മതി, അടുത്ത പതിപ്പ് വരുമ്പോൾ എന്ന് ഞാൻ പറയുകയും ചെയ്തു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ സച്ചിദാനന്ദ സ്വാമികൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഈ ധർമ്മതീർത്ഥ സ്വാമികളുടെ ജീവചരിത്രം. അതിമനോഹരമായ പുസ്തകമാണ്, ആധികാരികമായ പുസ്തകമാണ്. ഒരുപക്ഷേ ഞാൻ സ്വാമിയോട് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു, സ്വാമി ഒരു പ്രായശ്ചിത്തമാണ് സ്വാമി ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 50ഓളം വർഷമായിട്ട് തമസ്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയായിരുന്നു ഈ ധർമ്മതീർത്ഥ സ്വാമികൾ. അദ്ദേഹം ഇവിടെ നിന്ന് പോയി. അപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഗുരുദേവന് നേരത്തെ കാര്യങ്ങൾ മനസ്സിലായി. ഒരു ദിവസം ഗുരു പറഞ്ഞു, ധർമ്മതീർത്ഥരെ അവർ ഓടിക്കാൻ ശ്രമിക്കും, ഓടരുത് 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 എന്ന് ഗുരുദേവൻ പറഞ്ഞു. അതൊക്കെ സ്വാമി സച്ചിദാനന്ദ സ്വാമിയുടെ പുസ്തകത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് പോയി ഒരു തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് കോട്ടയത്തെ മാങ്ങാനം ആശ്രമത്തിൽ ചേർന്നു, CMS സഭയിൽ ചേർന്നു. അവിടെയും അദ്ദേഹം ക്രിസ്തുവിൻ്റെ വചനങ്ങളല്ല പറയുന്നത്, ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങളാണ്. പള്ളിയിൽ താമസിച്ചുകൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചെറിയ സ്ഥലം വാങ്ങിച്ച് കൊല്ലത്ത് പട്ടത്താനത്ത് താമസിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്തു. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്ത് CSI പള്ളിയിലെ ആ ഗൗരീശപട്ടത്ത്, പൊട്ടക്കുഴി കുന്നുകുഴിക്ക് പടിഞ്ഞാറ് വശത്തുള്ള ഗൗരീശപട്ടത്ത് ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ചുകൊണ്ട് സുവിശേഷ വേലയും സന്ദേശപ്രചരണങ്ങളും ഗുരുസന്ദേശപ്രചരണവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട ശിഷ്യൻ ഒരു സാമുവൽ ഉണ്ടായിരുന്നു. പള്ളിയിലെ കപ്പിയാരായിരുന്നു. തൻ്റെ പേരിലുള്ള സ്വത്തും സംഭവങ്ങളും മുഴുവൻ സാമുവലിൻ്റെ പേരിൽ എഴുതി വെച്ച് കൊടുത്തു. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം ബോധക്ഷയനായി. ഡോക്ടറെ വരുത്തിയെങ്കിലും ഡോക്ടർ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. ആളുകളൊക്കെ കൂടി നമ്മുടെ പാളയത്തെ പബ്ലിക് ലൈബ്രറിയുടെ നേരെ എതിർവശത്ത് കാണുന്ന CSI പള്ളിയിലാണ് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത്. അതിനുള്ള പണം, അവിടെയാണ് ആ മനുഷ്യൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അവിടെ ഒരു കല്ലറ പണിയുന്നതിന് ആവശ്യമായ പണം പള്ളി വികാരിയെ മുൻകൂർ അദ്ദേഹം ഏൽപ്പിച്ചിരുന്നു. ഞാൻ മരിച്ചാൽ എന്നെ അടക്കണം, ഒരു ചെറിയ കല്ലറ മതി, കൂടുതലൊന്നും വേണ്ട. എപ്പോഴും അവിടെ ഉണ്ട്. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, ഈ ധർമ്മതീർത്ഥർ, ജോൺ ധർമ്മതീർത്ഥർ എന്ന മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ അവിടെ ഒത്തുകൂടി, ഓടിക്കൂടി. ആ മുറിയിൽ ആളുകൾ പ്രവേശിച്ചപ്പോൾ ആ മുറിയിൽ ഒരു ഫോട്ടോയേ ഉള്ളൂ. യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ അല്ല, ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ മാത്രമേ ആ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മതമേ മാറിയിട്ടുള്ളൂ, ഗുരുവിനെ മാറിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയുള്ള ഒരു മഹാരഥൻ ശ്രീനാരായണ ഗുരുവിന് വേണ്ടി ഇന്ന് നമ്മൾ ലോകരാജ്യങ്ങളിലേക്ക് ശ്രീനാരായണ സന്ദേശം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ഒരു 100 വർഷം മുമ്പ് ഈ സന്ദേശങ്ങൾക്ക് ഇങ്ങനെ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട് എന്ന് മുൻകൂർ കണ്ട ഒരു പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം. അത് ധർമ്മതീർത്ഥ സ്വാമിയാണെങ്കിൽ സത്യവ്രത സ്വാമികളെക്കുറിച്ച് ഇപ്പോൾ തന്നെ എൻ്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇവിടെ ഭാരവാഹികളാരും ഇല്ലയെന്ന് തോന്നുന്നു. ഈ സത്യവ്രത സ്വാമികളെക്കുറിച്ച് പറയുമ്പോൾ അയ്യപ്പൻ പിള്ള എന്ന സത്യവ്രത സ്വാമികൾ, കുറച്ചുകൂടി കഴിഞ്ഞു വന്ന പുതിയ തലമുറയിലെ സന്യാസിമാർ, ചൈതന്യ സ്വാമികളെക്കുറിച്ച് ആളുകൾ ഒക്കെ ചെയ്ത സേവനം. ഇനി ഈ സന്യാസിമാരല്ലാത്ത ചില ആളുകൾ ശ്രീനാരായണ ഗുരുവിന് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. PT തോമസിനെ നിങ്ങളൊക്കെ കേട്ട് കാണും. നമ്മുടെ MP-യും MLA-യും ഒക്കെ ആയിരുന്ന PT തോമസ്, ഈ അടുത്ത കാലത്ത് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ PT തോമസ്, ഇടുക്കി ജില്ലക്കാരനായ, എറണാകുളം, ഇപ്പോൾ ഉമാ തോമസ് MLA PT-യുടെ സഹധർമ്മിണിയാണ്. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. PT തോമസ് ചെയ്തൊരു സേവനം, ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം 24 ഇന്ത്യൻ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ട ഏർപ്പാട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ കൊണ്ട് ചെയ്യിച്ചു. പാർലമെൻറ്റിൽ അദ്ദേഹം ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ്. മരിക്കുന്നതിന് ഒരു 2 മാസം മുമ്പ് കണ്ടപ്പോൾ പറഞ്ഞു, ഗോപാലകൃഷ്ണ 14 ഭാഷകളിൽ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞു, ബാക്കിയും ഉടനെ ഇറങ്ങും. അതിൻ്റെ പ്രൂഫ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഒരു കത്തോലിക്കനാണ് അദ്ദേഹം. ആ മനുഷ്യൻ ശ്രീനാരായണ ഗുരു ആരാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യ മുഴുവൻ ഈ സന്ദേശം എത്തേണ്ടതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ പുസ്തകം വെറുതെ അച്ചടിച്ചതല്ല, നാഷണൽ ബുക്ക് ട്രസ്റ്റിനെ കൊണ്ട് ആ പുസ്തകം പ്രസിദ്ധീകരിപ്പിച്ചത്. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും നല്ല പ്രൊഡക്ഷൻ, നല്ല പേപ്പർ, നല്ല ബൈൻഡിങ്, നല്ല അച്ചടി, അക്ഷരത്തെറ്റില്ലാത്ത അച്ചടി. അങ്ങനെയാണ് അവരുടെ പുസ്തകങ്ങൾ ഇറങ്ങുന്നത്. മറ്റൊരു പ്രത്യേകത, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ സെയിൽസ് ഔട്ട്ലെറ്റ് ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പബ്ലിക്കേഷൻ ഡിവിഷനാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് കൈകാര്യം. ആ നാഷണൽ ബുക്ക് ട്രസ്റ്റിനെ കൊണ്ട് ഈ ഗുരുദേവ ജീവചരിത്രം 24 ഭാഷകളിൽ ഇറക്കാൻ
PT തോമസ് ചെയ്ത സേവനം ഒരു കാലത്തും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. ഇന്ത്യയുടെ വിവിധ ദേശങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് ശ്രീനാരായണ ഗുരു ആരെ എന്നറിയാൻ ഒരു റെഡി റെഫറൻസായി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ്. മറ്റൊന്ന് ഗുരുദേവ നാണയം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ കൊണ്ട് 5 രൂപ ഗുരുദേവ നാണയം ഇറക്കിയത് മറ്റൊരു കത്തോലിക്കനായ PC തോമസാണ്. PT ചാക്കോ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്നു, ഞങ്ങളുടെ MLA ആയിരുന്നു, വാഴൂർ MLA ആയിരുന്ന PT ചാക്കോയുടെ മകനാണ് PC തോമസ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. ആ സമയത്താണ് 1996 5 രൂപ ഗുരുദേവ നാണയം ഇറങ്ങിയത്. അതൊരു വലിയ അംഗീകാരമായിരുന്നു അന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ചെയ്ത സേവനങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. കാരണം ഇതാരും ആവശ്യപ്പെട്ടിട്ടല്ല, അവർക്ക് സ്വയം തോന്നി ചെയ്തതാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഗുരുവിനെ സ്നേഹിക്കുന്നവരുണ്ട്. ഇപ്പോഴും ഈ ശിവഗിരി മഠത്തിൽ കത്തോലിക്ക പുരോഹിതന്മാർ വരുന്നുണ്ട്, കന്യാസ്ത്രീകൾ വരുന്നുണ്ട്, അവരുടെ കുട്ടികളെയും കൊണ്ട് വരുന്നുണ്ട്. ഗുരുവിൻ്റെ സന്ദേശങ്ങൾ, ഗുരുവിൻ്റെ ജീവിതം അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി എത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗുരുവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പുണ്യമാണ് ഇങ്ങനെ ഒരു ആചാര്യനെ, ഇത്തരത്തിലുള്ളൊരു സന്യാസി ശ്രേഷ്ഠനെ, ജീവിതകാലത്തിൽ ഒരിക്കലും ഒരാൾക്കും ഒരു കുറ്റം പറയാൻ കഴിയാത്ത മഹാസമാധിയായിട്ട്, മഹാസമാധിയുടെ ശതാബ്ദി വരാൻ പോകുന്നു, ഇന്ന് വരെ ഒരാൾക്കും ഗുരുവിൻ്റെ, ശ്രീനാരായണ ഗുരുവിൻ്റെ ഇന്ന പ്രവൃത്തി തെറ്റായിപ്പോയി എന്ന് ഒരാൾക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ആചാര്യൻ ശ്രീനാരായണ ഗുരു മാത്രമാണ്. എൻ്റെ ഒരു പുസ്തകമുണ്ട്, ശ്രീനാരായണ ഗുരു നാളെയുടെ പ്രകാശഗോപുരം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കോപ്പികളൊക്കെ തീർന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ കുറേ പതിപ്പുകൾ ഇറങ്ങിയെങ്കിലും പിന്നെ ഓരോ തിരക്ക് കാരണം ഞാനങ്ങനെ നീട്ടിക്കൊണ്ട് പോയി. അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്, മലയാള മനോരമയുടെ ശതാബ്ദിയുടെ ഭാഗമായി അവരൊരു തെരഞ്ഞെടുപ്പ് നടത്തി, കേരളം കണ്ട ഏറ്റവും വലിയ മഹാൻ ആര് എന്ന്. ഒരേ സ്വരത്തിൽ ആ തെരഞ്ഞെടുപ്പ് നടത്തിയത് മനോരമയിലെ എഡിറ്റർമാരല്ല, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന CH അച്യുതമേനോനും പത്രാധിപ പ്രതിഭയായിരുന്ന NV കൃഷ്ണവാര്യരും KPCCയുടെ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന AP ഉദയഭാനുവും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് ആ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അവർ ആ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണയ കമ്മിറ്റിയിൽ ഒരു അഭിപ്രായം പിന്നീട് പത്രങ്ങൾക്ക് കൊടുത്തു. കേരളം കണ്ട ഏറ്റവും വലിയ മഹാൻ ശ്രീനാരായണ ഗുരു എന്ന് പറയാൻ ഞങ്ങൾക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. രണ്ടാമത്തെ ആളിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഡോക്ടർ പൽപ്പു ആണോ, കുമാരനാശാനാണോ, ആരെങ്കിലും ആണോ എന്നൊക്കെ ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടി വന്നുവെന്ന്. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്വം കേരളത്തിൽ അംഗീകരിക്കപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു നമുക്ക് മനസ്സിലാകുന്നു. അത് കഴിഞ്ഞ് മാതൃഭൂമി പത്രവും അവരും കേരളം കണ്ട ഏറ്റവും വലിയ മഹാനായി ഗുരുവിനെ കണ്ടെത്തി. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസിഡൻ്റ് അവതരിപ്പിക്കുന്ന പ്രഭാഷണങ്ങളിൽ, ബഡ്ജറ്റ് പ്രസംഗങ്ങളിലൊക്കെ നാരായണ ഗുരുവിൻ്റെ ക്വോട്ടേഷൻസ് കൊടുക്കുന്നു, ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പരാമർശിക്കുന്നു. ആ ഒരു തലത്തിലേക്ക് നമ്മളെത്തി. നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാർ ഈ ഡൽഹിയിൽ പോയി വിജ്ഞാൻ ഭവനിൽ നടത്തിയ സെമിനാറിൽ നരേന്ദ്രമോദി ചെയ്ത, ആരാധ്യനായ പ്രധാനമന്ത്രി ചെയ്ത പ്രസംഗത്തിൽ ഏതാണ്ടൊരു 45 മിനിറ്റ് സമയം ഗുരുദേവ ദർശനങ്ങളെക്കുറിച്ച്, ഗുരുദേവ കൃതികളെക്കുറിച്ച്, ശിവഗിരി മഠത്തെക്കുറിച്ച് ഒക്കെ എത്ര ആധികാരിക സ്വഭാവത്തിൽ പരാമർശിച്ചു. അതൊക്കെ തീർച്ചയായും ഒരു അംഗീകാരമാണ്. അഖിലേന്ത്യാ തലത്തിൽ കുറേ കൂടി വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാൻ ശ്രീനാരായണ ഗുരുവായിരിക്കും എന്ന് പറയുന്ന ഒരു കാലം വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല. രാജാ റാംമോഹൻ റോയിയെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, ദയാനന്ദ സരസ്വതിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, രവീന്ദ്രനാഥ ടാഗോറിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ കാലഘട്ടത്തിലെ സ്വതന്ത്ര ഭാരതത്തിലും സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടായിരുന്ന ഭാരതത്തിലെയും ആചാര്യന്മാരെക്കുറിച്ചും ഒക്കെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീനാരായണ ഗുരുവിനെപ്പോലെ ഒരു ആചാര്യനെ ഒരു സ്ഥലത്തും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അതിശയോക്തിയല്ല, അല്പം പോലും അതിശയോക്തിയല്ല, 100% ആത്മാർത്ഥമായും സത്യസന്ധമായുമുള്ള ഒരു വിലയിരുത്തലാണെന്ന് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ നമ്മൾ കയ്യും കെട്ടിയിരുന്നത് കൊണ്ടായില്ല. ഇപ്പോൾ ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, എല്ലാ മേഖലകളിലും ഒരു ജീവത്തായ ഒരു ചൈതന്യം, ശിവഗിരിയുടെ ചൈതന്യം ലോകത്തിൻ്റെ മുന്നിൽ, ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുന്നു. ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തമായി ജാജ്വല്യമാനമായ പ്രഭ പരത്തുന്ന രീതിയിൽ എത്തിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ആർഷഭാരതത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ
മുമ്പ് ഞാൻ പറഞ്ഞ ഈ ഋഷിപ്രോക്ത പാരമ്പര്യം നമ്മുടെ വേദങ്ങളിൽ, ഉപനിഷത്തുകളിൽ, ഇതിഹാസങ്ങളിൽ, പുരാണഗ്രന്ഥങ്ങളിൽ ഒക്കെ മനുഷ്യസേവയെക്കുറിച്ച്, അന്യജീവനതുകി സ്വജീവിതം ധന്യമാക്കുന്നതിനെക്കുറിച്ച് ഒക്കെയാണ് പരാമർശം വരുന്നത്. എല്ലാ പുസ്തകങ്ങളിലും വേദാന്ത ഗ്രന്ഥങ്ങളിലും ഒക്കെ വരുന്നത് അതാണ്. അവിടെയൊക്കെ അതിൻ്റെ അന്തിമ വിശകലനത്തിലെത്തുമ്പോൾ അനുകമ്പ, ദയ, കാരുണ്യം, ജീവകാരുണ്യം, അതാണ് അടിസ്ഥാനപരമായ ഹേതു. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ നരജീവിതമെന്ന് പറയുന്നത്, മനുഷ്യജീവിതമെന്ന് പറയുന്നത് ഒരുപാട് നൊമ്പരങ്ങളുള്ളതാണ്. നമ്മൾ പുറമേ കാണുന്നത് പോലെയല്ല. എല്ലാ മനുഷ്യർക്കും അവരുടേതായ ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെയുണ്ട്. അതാണ് എഴുത്തച്ഛൻ പറഞ്ഞത്, മാന്ധർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. ഈ ജീവിതത്തിൻ്റെ നിസ്സഹായതയെക്കുറിച്ച്, നിരർത്ഥകതയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ആളുകളിൽ ഒരാളാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വന്യസന്തപ്താന്തുൽ ബിന്ദുനായ സന്നിഭം ലോക മർത്യജന്മം ക്ഷണഭങ്കുരം. ഈ മർത്യജന്മം ക്ഷണഭങ്കുരമാണ്. എന്തുപോലെ? ചുട്ടുപഴുത്ത അയസ്കാന്തത്തിൽ, ഇരുമ്പിൽ ഒരു തുള്ളി വെള്ളം വീണാൽ എന്നൊരു ശബ്ദം കേൾക്കും, പിന്നെ ആ വെള്ളം കാണില്ല. അത്രമാത്രമേ ഉള്ളൂ ജീവിതം എന്ന് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നു. കുമാരനാശാൻ പറഞ്ഞ നരജീവിതമായ വേദന, അങ്ങനെ ഒരു പ്രയോഗം മലയാള സാഹിത്യത്തിൽ ഒരാളും, ഒരു കവിയും പറഞ്ഞിട്ടില്ല, ഒരു എഴുത്തുകാരനും പറഞ്ഞിട്ടില്ല. നരജീവിതമായ വേദന. സത്യത്തിൽ അതാണ് നമ്മൾ കണ്ടെത്തുന്ന എല്ലാ മനുഷ്യരുടെയും, അവരെ അടുത്തറിഞ്ഞു കഴിയുമ്പോൾ, അവരുടെ നൊമ്പരങ്ങൾ, പ്രയാസങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, ആ കുമാരനാശാൻ പറഞ്ഞ നരജീവിതമായ വേദന അത് അങ്ങേയറ്റത്തെ സത്യസന്ധതയോടുകൂടിയുള്ള പ്രയോഗമാണെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടെ എം ടി വാസുദേവൻ നായർ പറഞ്ഞു, കാലത്തിൻ്റെ വരണ്ട മണൽത്തിട്ടിലൂടെ വർഷങ്ങളുടെ 1000 പ്രവാഹങ്ങളിലെ ഒരു കണികയാണ് ഈ ജീവിതം, നിസ്സഹായതയാണ്. വീണഭൂവിൽ കുമാരനാശാൻ പറഞ്ഞു, ഹാ പുഷ്പമേ, അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നു ഒരു രാജ്ഞി കണക്കയെ നീ, ശ്രീഭൂവിൽ അസ്ഥിരം അസംശയമെങ്ങു നിൻ്റെ ആഭൂതി എങ്ങ് പുനരിങ്ങ് കിടപ്പിതോർത്താൽ എന്ന് പറഞ്ഞു. അവസാനത്തെ വീണഭൂവിലെ അവസാനത്തെ ശ്ലോകം ഇപ്പോഴാണ് എനിക്കൊരു ജീവൻ വെച്ചത്. സച്ചിദാനന്ദ സ്വാമിയുടെ ഒരു സാന്നിധ്യം വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു ഉന്മേഷം കിട്ടി. ആ വീണഭൂവിലെ അവസാന ഭാഗത്തെത്തിയപ്പോൾ കുമാരനാശാൻ പറഞ്ഞു, കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും ഈ മലര്, വിസ്മൃതമാകും ഇപ്പോൾ, എണ്ണീട് കാർക്കും ഇത് താൻ ഗതി, സാധ്യമെന്ത് കണ്ണീവിനാൽ അവനി വാഴ്വ് കിനാവു കഷ്ടം. അങ്ങനെ ഈ ജീവിതത്തിൻ്റെ നിസ്സഹായതയെക്കുറിച്ച്, വ്യർത്ഥതയെക്കുറിച്ച് നമ്മുടെ ആചാര്യന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഗുരുദേവനും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാ വേദാതിഹാസങ്ങളും മുഴുവൻ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു നോക്കുകൊണ്ട്, ഒരു തലോടൽ കൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു ആശ്വസിപ്പിക്കലിൻ്റെ ഒരു തലം നമുക്കുണ്ടാവണം. അനുകമ്പയുടെ, ജീവകാരുണ്യത്തിൻ്റെ ഒരു തലം നമുക്കുണ്ടാവണം. ഒരു കാര്യം, ONV കുറുപ്പിൻ്റെ പ്രസിദ്ധമായൊരു സമയം തീർന്നല്ലോ അല്ലേ? നിർത്താറായല്ലോ. നിർത്തുക. ONV കുറുപ്പിൻ്റെ പ്രസിദ്ധമായൊരു കവിതയുണ്ട്, നിശാഗന്ധി നീ എത്ര ധന്യ. അത് വായിച്ചിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല, സാരമില്ല. നിശാഗന്ധി പൂ വിരിയുന്നത് കണ്ടിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പിറ്റേ ദിവസം കൂമ്പി നിൽക്കുന്ന പൂവല്ല, പൂ വിരിയുന്നത് കണ്ടിട്ടുള്ള ആളുകൾ, സന്തോഷം. അത്ര ആളുകളെങ്കിലും ഉണ്ടല്ലോ. അതൊരു നിങ്ങളൊക്കെ കൂടി അറിഞ്ഞിരിക്കണം. ഈ നിശാഗന്ധി 40-45 വർഷം മുമ്പാണ് ഞാൻ ഓഫീസിൽ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ DP ഓഫീസിൻ്റെ അവിടെ വഴുതക്കാട്ട് ഒരു വീട്ടുകാരവരുടെ മുറ്റത്തെ കുറേ ചെടിയെല്ലാം വെട്ടി റോഡിലേക്ക് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അവിടെ വെട്ടി വൃത്തിയാക്കിയതോ മറ്റോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിനകത്തൊരു നിശാഗന്ധിയുടെ തണ്ടുണ്ട്. ഞാനത് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് നട്ടു, വെള്ളമൊഴിച്ചു, വളമിട്ടു, വളർത്തി. ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിൽ പൂവുണ്ടായി. രാവിലെ വന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ പൂവ് ഇങ്ങനെ കൂമ്പി നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ചില ആളുകളോട് ചോദിച്ചു, യൂണിവേഴ്സിറ്റി കോളേജിലെ ചില ബോട്ടണി പ്രൊഫസർമാരോടൊക്കെ ചോദിച്ചു, സാറേ അത് ഒരു 7 മണി കഴിഞ്ഞ് ഒരു 7:15-7:30 സമയത്ത് ആണത് വിരിയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മിക്കവാറും എല്ലാ ദിവസവും എൻ്റെ കോമ്പൗണ്ടിലെ ഒരു സാധാരണയിൽ കവിഞ്ഞ മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പൂ വിരിയും മൊട്ട് വിരിയുമെന്നുള്ള ഒരു സാഹചര്യം ഏകദേശം എനിക്ക് മനസ്സിലായ ഒരു ദിവസം മുൻവശത്തെ ലൈറ്റെല്ലാം കെടുത്തി ഒരു ടോർച്ചുമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ മുറ്റത്ത് നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് ടോർച്ച് അടിച്ച് നോക്കും. ഏതാണ്ട് ഒരു 7:30-7:45 ആയപ്പോൾ
ഈ പൂവിങ്ങനെ വിരിഞ്ഞു വരും. അപ്പോൾ ഞാൻ ഇവിടെ ഓടി വാന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് ഭാര്യയും മക്കളെന്ന് തീരെ കൊച്ചു പിള്ളേരാണ്, ഇവരെല്ലാം കൂടെ വന്നു. ഇന്നത്തെ പോലെ മൊബൈലിൽ ഒന്നും ഫോട്ടോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവമായിരുന്നു അത്. ഇത്ര മനോഹരമായ ഒരു ദൃശ്യം. കുറിഞ്ഞിപ്പൂക്കാലം, നീലക്കുറിഞ്ഞി പൂക്കുന്ന 3 പൂക്കാലം കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുമുണ്ട്. കേരളമതിയിൽ ഫുൾ പേജ് ഈ 3 തവണയും എഴുതിയിട്ടുണ്ട്. ഇനി 1930 ജീവിച്ചിരിക്കുകയാണെങ്കിൽ 2030 പൂക്കുമ്പോൾ അത് കാണണമെന്ന് അവശേഷിക്കുന്ന അപൂർവം ചില ആഗ്രഹങ്ങളിലൊന്നതാണ്. അപ്പോൾ ഈ നിശാഗന്ധിയുടെ പൂവിരിയുന്നതിങ്ങനെ കണ്ട ആ ഒരു അനുഭവം എനിക്ക് മറക്കാൻ പറ്റാത്തൊരനുഭവം. ONVയുടെ കവിതയിൽ ONV പറഞ്ഞിരിക്കുന്നത്, രാത്രിയുടെ ഏകാന്തതയിൽ അഗാധ നീലിമയിൽ ഈ പൂ വിരിയുന്നു. നിജജന്മകൃത്യം തന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ, തൻ്റെ സൗന്ദര്യം ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊന്നും നോക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ കർമ്മം നിജജന്മകൃത്യം സഫലമാക്കുന്ന നിശാഗന്ധി നീ എത്ര ധന്യയാണ് എന്നാണ്. എനിക്കും അതാണ് പറയുവാനുള്ളത്. ഈ കവി പറഞ്ഞിട്ടുള്ള അതിൻ്റെ ദാർശനിക തലം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ മനുഷ്യസേവ, ജീവകാരുണ്യത്തിൻ്റെ അനുകമ്പയുടെ ഒരു തലം, ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള ഒരു തലത്തിലേക്കുള്ള ഒരു സമീപനമുണ്ടാവണമെന്നാണ് ഈ ONVയുടെ ആ കവിതയിലും അതാണ് പറയുന്നത്. എനിക്കും പറയാനുള്ളത്, ഈ ജീവിതം, നരജീവിതമായ ഈ വേദനയുടെ ഈ ലോകത്ത്, ഈ മരുപ്പറമ്പിൽ, ഈ ജീവിതമാകുന്ന ഈ മരുപ്പറമ്പിൽ തണലും തണുപ്പും സുഗന്ധവും പരത്തുന്ന തണൽ മരങ്ങളാകുവാൻ, പൂമരങ്ങളാകുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.